ഫസ്റ്റ് ക്യാമ്പസിലൊരു കമ്പനി വരിക. അപ്പൊ കമ്പനി വന്നപ്പോ എന്റെ മൈൻഡില് ഞാനൊരു ലെവൽ വെച്ചിട്ടുണ്ട്. ഏഹ് നമ്മൾ ഇത്ര ലെവലുണ്ട്, നമുക്ക് എന്തായാലും കിട്ടും, അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ ഫസ്റ്റ് കമ്പനി വന്നിട്ട് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മറ്റേ ആപ്റ്റിറ്റ്യൂഡ് അല്ലേ, ആപ്റ്റിറ്റ്യൂഡ് എഴുതി എന്നിട്ട് ഞാൻ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആപ്റ്റിറ്റ്യൂഡ് എഴുതി പകുതി എത്തിയപ്പോൾ മനസ്സിലായി ഒന്നും കിട്ടുന്നില്ല, റെഡി ആവുന്നില്ല. പ്രിപ്പയർ ചെയ്യാണ്ടൊക്കെയാണ് പോയി എഴുതി. അപ്പൊ വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കമ്പനി ഒന്നും കിട്ടിയില്ല. അപ്പൊ ആകെ പേടിയായി. ആ തുടക്കത്തിലുണ്ടായിരുന്ന കോൺഫിഡൻസ് ഒക്കെ അങ്ങോട്ട് പോയി. പിന്നെ വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഡിലോയിറ്റ് ആണ് വന്നത്. ഡിലോയിറ്റ് വന്നപ്പോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ജോലിയായിരുന്നില്ല, പക്ഷെ ആകെ പാനിക് മോഡലായിരുന്നു. ഇനിയിപ്പോ കിട്ടിയില്ലെങ്കിലോ, ആദ്യത്തെ കിട്ടിയില്ലെങ്കിലോ മനസ്സിലായി. എന്നിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത് കിട്ടി കഴിഞ്ഞപ്പോഴാണ് വിഷമായി. ഓ, ഇത് ഇഷ്ടമുള്ള ജോലിയല്ലല്ലോ. പക്ഷെ ഇപ്പൊ ഈ പിന്നെ ഒരു ഹൈപ്പ് വന്നപ്പോഴത്തേക്കും അന്ന് ജസ്റ്റ് വെബ്3 ആസ് എ നെയിം യൂട്ടിലൈസ് ചെയ്തിരുന്ന ആൾക്കാരെല്ലാം എയിലേക്ക് സ്വിച്ച് ചെയ്തു. വെബ്3 ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന കുറെ ആൾക്കാർ ഇപ്പോഴും അതിനകത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു സാധനത്തിന് ശേഷം, ഈ 50 LPAക്ക് ശേഷം ഒരുപാട് ആൾക്കാര് വെബ്3യിലേക്ക് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ മണി എൻ്റർ ചെയ്തു. കാരണം പിന്നീടുള്ള കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിൽ ഞാൻ ഭയങ്കരമായിട്ട് ഈ സ്റ്റുഡൻസിനെയൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് വെബ്3യിൽ നിൽക്കുന്നത് ടെക്കിന് വേണ്ടിയിട്ടല്ല, കാശിന് വേണ്ടിയിട്ടാണ്. നിനക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ അതിനെ എപ്പോഴെങ്കിലും? അതെ, അത് കുറെയൊക്കെ സത്യമുണ്ട്. ഇതെന്ന് വെച്ചാ ഇപ്പൊ 50 LPA എന്ന് പറയുന്നത് US ഒരു സാലറി നോക്കുമ്പോ അത്ര വലിയൊരു എമൗണ്ട് ഒന്നുമല്ല. പിന്നെ പ്രൊഫഷണൽ സാലറി നോക്കുമ്പോ ഒരു സ്റ്റാൻഡേർഡ് സാലറി അത്രേ ഉള്ളൂ. ആ, അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ഇൻ ജനറൽ വെബ്3യുള്ള ഏറ്റവും വലിയ ഹൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പൈസ ഉണ്ടാക്കാം എന്നുള്ള മൈൻഡാണ്. വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ് അഡ്വർടൈസ് ചെയ്യപ്പെടുന്നതും. കുറെ യൂട്യൂബേഴ്സും ട്വിറ്റർ ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ അഡ്വർടൈസ് ചെയ്യുന്നു, വെബ്3 അഡ്വർടൈസ് ചെയ്യുന്നു അങ്ങനെ തന്നെയാണ്. ഇത്രയും പെട്ടെന്ന് ഏറ്റവും അടിപൊളി ജോലി, ഏറ്റവും പൈസ കിട്ടുന്ന ജോലി, അങ്ങനെ ഒരു ഇതിനാണ് അഡ്വർടൈസ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ എന്റെ കോളേജിൽ തന്നെയാണെങ്കിലും ഒരുവിധ ആൾക്കാർ അതിനുശേഷം വെബ്3യിലേക്ക് ഇറങ്ങാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് മിക്കവാറും ഇത്രയും വലിയൊരു CTC കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയായിരിക്കും. ഹായ് കൃഷ്ണാനന്ദ്, വെൽക്കം ടു ക്യൂരിയസ് കഥകൾ. സോ നിന്നെ ഇൻവൈറ്റ് ചെയ്തതിന്റെ വൺ ഓഫ് ദി മേജർ റീസൺസ് എന്ന് പറയുന്നത് വെബ്3 സ്പെസിഫിക് ആയിട്ട് സംസാരിക്കാനും അതുപോലെ വെബ്3യിൽ ആക്ച്വലി ഡെവലപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്ന വളരെ ചുരുക്കം ആൾക്കാരെ എനിക്കറിയാം. അതിലൊരാളാണ് നീ. അപ്പോൾ ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് എൻ എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു ഡെവലപ്പർ വെബ്3യെ കുറിച്ച് സംസാരിക്കാനാണ്. പിന്നെ നിന്റെ ജേർണി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ വെൽക്കം ടു ക്യൂരിയസ് കഥകൾ. താങ്ക് യു ഫോർ ഹാവിങ് മീ. ഞാൻ എക്സൈറ്റഡ് ആണ്. ഞാൻ ആദ്യമായിട്ട് തോന്നുന്നു ഒരു പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്യുന്നത്. അപ്പോ ദിസ് ഈസ് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ഫോർ മീ. സോ യാ, ഐ എം super excited to be here. Good. നമുക്ക് വെബ്3യിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇപ്പം എനിക്ക് നിന്നെ GDSC ലീഡ് എന്ന് പറയുന്ന ടൈം തൊട്ട് അറിയാം. അപ്പൊ അന്നോട്ട് ഞാനിങ്ങനെ ഗിറ്റബിൽ നോക്കുമ്പോഴത്തേക്കും നീ പല പല സാധനങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഫ്ലട്ടർ പ്രൊജക്ട്സ് ബിൽഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ബ്ലോക്ക് ചെയിൻ കൺസിസ്റ്റന്റ് ആയിട്ട് ബ്ലോക്ക് ചെയിനിൽ വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ബ്ലോക്ക് ചെയിനിൽ നിന്ന് വെബ്3യിലേക്കുള്ള ഒരു ട്രാൻസിഷൻ എങ്ങനെയാണ്? കാരണം വെബ്3 എന്ന് പറയുന്ന വാക്ക് ഭയങ്കര ഹിറ്റ് ആയത് എനിക്ക് തോന്നുന്നു ആ ഒരു പോസ്റ്റ് കോവിഡ് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ആ കോവിഡ് ടൈമിലാണ് വെബ്3 എന്ന് പറയുന്നൊരു വാക്ക് ഹിറ്റ് ആയത്. ബട്ട് ബ്ലോക്ക് ചെയിൻ വാസ് ഓൾറെഡി ദയർ. ആ ട്രാൻസിഷൻ എങ്ങനെയാണ്? ഒരു സിമ്പിൾ ടേംസിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ എന്താണ് വെബ്3 എന്നുള്ളത്? ഈ ആൾക്കാർ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്യുന്നതല്ലാണ്ട് വാട്ട് ഇസ് എക്സാക്ട്ലി വെബ്3 അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ വെബ്3 തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്തായിരിക്കും? ഇപ്പൊ വെബ്3 ആ സ്പെസിഫിക് ടേമിനെ പറ്റി പറയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ തുടക്കം തൊട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഏർലി സ്റ്റേജ് ഓഫ് ഇന്റർനെറ്റ്, അത് കഴിഞ്ഞിട്ട് അടുത്ത് കഴിഞ്ഞിട്ടുള്ള ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ്1, വെബ്2, അത് കഴിഞ്ഞിട്ട് വെബ്3. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർലി സ്റ്റേജ് ഓഫ് ഇന്റർനെറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി വയേഴ്സ് ആയിരുന്നു, ജസ്റ്റ് ഇന്റർ കണക്ഷൻ ബിറ്റ്വീൻ സം കമ്പ്യൂട്ടേഴ്സ്. അപ്പോ ആ തുടക്കത്തിലെ സ്റ്റേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒരു നെറ്റ്വർക്ക് ബിറ്റ്വീൻ കമ്പ്യൂട്ടേഴ്സ് അക്കാഡമിക് പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. പിന്നെ തുടക്കത്തിൽ മിലിറ്ററി പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. ആ ഒരു ഫിസിക്കൽ വയേഴ്സിനായിരുന്നു അത് ഇന്റർനെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിനുശേഷം ഉള്ള ഒരു സ്റ്റേജിനെ നമ്മൾ ഇപ്പോഴാണ് ആ ടേംസ് ഒക്കെ വന്നു തുടങ്ങിയത്. വെബ് 1.0 എന്നൊക്കെ പറയുന്ന ടേംസ് വന്നു തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് റീഡ് ഓൺലി ഇന്റർനെറ്റ് ആയിരുന്നു. ജസ്റ്റ് അഡ്വർടൈസ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് സ്റ്റാറ്റിക് വെബ് പേജസ്, ജസ്റ്റ് ഇൻഫോർമേഷൻസ് ഒരു ലൈബ്രറിയിൽ നമ്മൾ ആക്സസ് ചെയ്യുന്ന പോലെ ആൾക്കാർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന റീഡ് ഓൺലി ഇന്റർനെറ്റ് ഒരു 1991 2000 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഇന്റർനെറ്റ്. അതിന് വെബ് 1.0 എന്ന് നമ്മളിപ്പോൾ വിളിക്കുന്നു. അതുപോലെ അതിനുശേഷം ഒരു early 2000s വന്ന ഇന്റർനെറ്റ് എന്ന് പറയുന്നത്
ഡിഫറെന്റ് ആയിരുന്നു. ജാവാസ്ക്രിപ്റ്റ് ഒക്കെ വന്നതിന് ശേഷം ഭയങ്കര ഡിഫറെന്റ് ആയി ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. കാരണം ഡൈനാമിക് ആയി, യൂസർ ജനറേറ്റഡ് കോണ്ടന്റ് വരാൻ തുടങ്ങി. പണ്ട് റീഡ് ഓൺലി ആയിരുന്നു ഇന്റർനെറ്റ് എന്ന് പറയുന്നത്, ഇപ്പൊ റീഡ് ആൻഡ് റൈറ്റ് ആയി. നമുക്ക് പോസ്റ്റുകൾ ചെയ്യാൻ പറ്റും, ഫോറത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും, യൂസേഴ്സിന് കോണ്ടന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു സ്റ്റേജിലാണ് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, പിന്നെ റെഡിറ്റ്, അതേപോലെ പബ്ലിക് ഫോറംസ് ഒക്കെ വന്നു തുടങ്ങി. ഇമെയിലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു ഇന്റർമീഡിയറി വേണം. ഇപ്പോ ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും നമുക്ക് നമ്മുടെ ആശയങ്ങൾ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഇന്റർമീഡിയറി അല്ലെങ്കിൽ ഒരു കോർപ്പറേഷന്റെ ഒരു പ്രൊഡക്റ്റിൽ കൂടെ അല്ലാതെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. പിയർ ടു പിയർ ആയിട്ട് ചെയ്യാനുള്ള വഴികളുണ്ടായിരുന്നെങ്കിലും അത് അത്ര പ്രിലവന്റും ആയിരുന്നില്ല, അത് ബുദ്ധിമുട്ടായിരുന്നു ചെയ്യാനായിട്ട്. അപ്പൊ കൺവീനിയന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്റർനെറ്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇന്റർമീഡിയറീസ് ആയിട്ട് വഴി പോകുന്നു. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ ട്രസ്റ്റ് ചെയ്യണം. നമ്മുടെ ഡേറ്റ അവർ ഉപയോഗിക്കുന്ന രീതിയും നമ്മുടെ പ്രൈവസി അവർ പ്രിസർവ് ചെയ്യണ്ടോ എന്നുള്ള സംഭവമൊക്കെ നമുക്ക് ജസ്റ്റ് അവരെ ട്രസ്റ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. നമുക്ക് ഒരിക്കലും വെരിഫൈ ചെയ്യാൻ പറ്റില്ല. Web3 ഉള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡ് ചെയ്യാൻ പറ്റും, റൈറ്റ് ചെയ്യാൻ പറ്റും, ഒപ്പം നമുക്ക് വെരിഫൈ ചെയ്യാനും പറ്റും. ആണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ സെൻട്രലൈസ്ഡ് ഇന്റർമീഡിയറീസിനെ ട്രസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് നേരിട്ട് വെരിഫൈ ചെയ്യാനായിട്ടുള്ള ടൂൾസ് അവൈലബിൾ ആക്കി തരാണ് Web3 ചെയ്തത്. പക്ഷേ ഈ വെരിഫൈ എന്ന് പറഞ്ഞ സംഭവം ചിലപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഇൻഡ്യൂട്ടീവ് ആയിട്ട് തോന്നില്ല. ഇപ്പൊ പ്രൈവസി ഒക്കെ പറയുന്ന പോലെ അത്. കാരണം പ്രൈവസി എന്ന് പറയുമ്പോൾ ആൾക്കാർ പറയും എനിക്ക് പ്രൈവസിയുടെ ആവശ്യമൊന്നുമില്ല, അങ്ങനെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതേപോലെയാണ് എനിക്ക് ആവശ്യമില്ല, ഞാൻ അവരെ ട്രസ്റ്റ് ചെയ്യാം. അപ്പൊ Web3 ഉള്ള ഒരു മേജർ കമ്പോണന്റ് എന്ന് പറയുന്നത് വെരിഫിക്കേഷൻ ആണ്. എന്ത് ഒരു ആക്ഷൻ ചെയ്താലും ഒരു സർവീസ് പ്രൊവൈഡറിന് ഞാനൊരു സർവീസ് ഒരാൾക്ക് പ്രൊവൈഡ് ചെയ്യാം, അയാളുടെ അടുത്ത് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് പറയുന്നതിലുപരി ആ കൺസ്യൂമറിന് അത് വെരിഫൈ ചെയ്യാൻ പറ്റണം, ഞാൻ അത് കറക്റ്റായി ചെയ്യുന്നുണ്ടെന്ന് അതിന്റെ ഉറപ്പ് വരുത്താൻ പറ്റണം. അതാണ് Web3 ഏറ്റവും വലിയ സംഭവം. ഈ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ആണ് Web3 ബാക്കി അറീനാസ് ഒക്കെ ഓപ്പൺ ചെയ്തത്. വെരിഫിക്കേഷൻ വരുമ്പോൾ എന്ന് വെച്ചാൽ അതിന്റെ ഒപ്പം തന്നെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ വരികയാണ്. കാരണം അല്ലെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് ഇന്റർമീഡിയറി വേണം, അവരെ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരാണ് വെരിഫിക്കേഷൻ ചെയ്യുന്നത്. അവർ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം, അവർ വെരിഫൈ ചെയ്യുന്നത് നമുക്ക് വിശ്വസിക്കാം. ഫേസ്ബുക്കിനാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിനെ നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ഇതിൽ യൂസർക്ക് ഡയറക്ട്ലി വെരിഫൈ ചെയ്ത് എന്ത് ഒരു സർവീസും അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന ടേംസും കണ്ടീഷൻസും കറക്റ്റ് ആയിട്ട് പാലിക്കുന്നുണ്ടെന്ന് നമുക്ക് വെരിഫൈ ചെയ്യാം. ആണ് Web3 ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഈ ഒരു എന്താ പറയാ, ഈ ഒരു പ്രിൻസിപ്പിൾ പാലിക്കുന്ന ഒരുവിധം ആപ്ലിക്കേഷൻസിനൊക്കെ നമുക്ക് Web3 ആപ്ലിക്കേഷൻസ് എന്ന് വിളിക്കാം. ബ്ലോക്ക് ചെയിൻ ആവണം എന്നില്ല. ഈ ഒരു പ്രിൻസിപ്പിൾസ് പാലിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ആപ്ലിക്കേഷൻസിനും Web3 ആപ്ലിക്കേഷൻസ് എന്ന് വിളിക്കാം. സോ ഒരു അബ്സ്ട്രാക്റ്റിൽ പറയുകയാണെങ്കിൽ ഈ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നതാണ് Web3 ഒരു കോർ ആയിട്ട് വരുന്നത് അല്ലേ? ഡീസെൻട്രലൈസേഷൻ പ്ലസ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഞാൻ ക്യൂരിയസ് ആയിട്ട് ചോദിക്കുകയാണ്, കാരണം ഇപ്പം നമ്മൾ Web3 എന്ന് പറയുമ്പോഴത്തേക്കും ബ്ലോക്ക് ചെയിൻ ആണ് അതിന്റെ ടെക് പാർട്ടായിട്ട് എല്ലാ ആൾക്കാരും പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ബേസിസ് ആയിട്ട് പറയുന്നത്. പക്ഷെ നമ്മൾ Web3 വരുമ്പോഴത്തേക്കും പല പല കാര്യങ്ങളും റീഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആർട്ടിസ്റ്റുകൾക്കാണെങ്കിൽ NFT എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഡാപ്സ്, ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ ഡാവോസ്, ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ്, അങ്ങനെ പല പല സ്ട്രക്ചർ ഈ Web3 എന്ന് പറയുന്ന ഒരു അംബ്രലയിൽ വന്നു. ആൻഡ് ഇറ്റ് വാസ് എ ഹ്യൂജ് ഹൈപ്പ് ഡ്യൂറിങ് ദാറ്റ് ടൈം. ഇപ്പം ആ ഹൈപ്പിന് ഒരല്പം ശമനമുണ്ട് AI വന്നതോട് കൂടിയിട്ട്. പക്ഷെ ഇപ്പോഴത്തെ സ്റ്റേറ്റിൽ വാട്ട് ഈസ് Web3, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദിസ് സ്പേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? കാരണം ആ സമയത്ത് ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് ബ്ലോഗ്സ് എഴുതുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ ഒരു ഹൈപ്പ് വന്നപ്പോഴത്തേക്കും അന്ന് ജസ്റ്റ് Web3 ആസ് എ നെയിം യൂട്ടിലൈസ് ചെയ്തിരുന്ന ആൾക്കാരെല്ലാം AI സ്വിച്ച് ചെയ്തു. Web3 ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന കുറെ ആൾക്കാർ ഇപ്പോഴും അതിനകത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? വാട്ട് ഈസ് ദ കറന്റ് സ്റ്റേറ്റ് ഓഫ് Web3? നമുക്ക് യൂസേഴ്സിന് ഉപയോഗിക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടോ? എന്താണ് അതിന്റെ ഒരു അതെ, ഇപ്പോഴും സ്റ്റിൽ ഒരു ഭയങ്കര early ഫേസസിലെ Web3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ കറന്റ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ മുമ്പ് ഉണ്ടായിരുന്ന അതേ സംഭവങ്ങൾ തന്നെ. ഇപ്പൊ NFTs, ആർട്ടിസ്റ്റുകൾക്ക് NFTs ആണെങ്കിലും, പിന്നെ ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസ് ആണെങ്കിലും, അതേപോലത്തെ ഡിഫറെന്റ് പ്രോഡക്ട്സ് തന്നെയാണ് ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴുള്ള ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി അബ്സ്ട്രാക്റ്റഡ് ആയി. കുറച്ചു കാലം മുമ്പാണെന്നുണ്ടെങ്കിൽ ഒരു വാലറ്റ് തുറക്കണം, അത് മാനേജ് ചെയ്യാൻ അറിയണം. ഇത് ഭയങ്കര ടെക്നിക്കൽ ആയിട്ട് ആൾക്കാർക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ.
ഇപ്പൊ ഉള്ള ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വെബ്3 ആണെന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമില്ലാത്ത പോലത്തെ പ്രൊഡക്ട്സ് വന്നു തുടങ്ങി. ബാക്ക്ഗ്രൗണ്ടിൽ വെബ്3 ആണ്, പക്ഷെ ആൾക്കാർക്ക് വെബ്3യോ ബ്ലോക്ക് ചെയിൻ്റെയോ ഒരു ഡീറ്റെയിൽസ് അറിയേണ്ടാത്ത പോലത്തെ പ്രൊഡക്ട്സ് വന്നു തുടങ്ങി. അത് തന്നെയാണ് ഒരുവിധം ഇപ്പൊ ബാക്കി എല്ലാ ടെക്നോളജിയിലും എടുത്താലും നമുക്കിപ്പോ ആണെങ്കിലും ബ്ലോക്ക് ചെയിൻ ആണെങ്കിലും എൻഡ് യൂസറിന് അറിയേണ്ട കാര്യമല്ലോ എന്താണ് ഉപയോഗിക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പൊ ആ ഒരു സ്റ്റേജിലേക്ക് വെബ്3 എത്തി തുടങ്ങി, അല്ലെങ്കിൽ മെയിൻ സ്ട്രീം ആയി തുടങ്ങി എന്നുള്ളതിന്റെ ഒരു സൂചന പോലെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. സെയിം പ്രൊഡക്ട്സ് തന്നെ, പക്ഷെ ആൾക്കാർക്ക് വെബ്3 എന്നുള്ളൊരു ബ്രാൻഡ് ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി തുടങ്ങി, അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ആയി തുടങ്ങി എന്നതാണ് ഏറ്റവും വലിയ ഡിഫറൻസ്. ഓക്കെ, ഒരു ഫ്യൂ എക്സാമ്പിൾസ് പറയുമ്പോൾ ഞാൻ വെബ്3 ഭയങ്കര ന്യൂബായിട്ടുള്ള ഒരാളാണ്. ആ ഹൈപ്പ് ഉണ്ടായിരുന്ന സമയത്ത് കുറെ വായിച്ചിട്ടുണ്ട് എന്നല്ലാണ്ട് ഞാൻ അതിനകത്ത് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. സോ ഒരു ഫ്യൂ എക്സാമ്പിൾസ് ഓഫ് ആപ്ലിക്കേഷൻസ് മേ ബി ഇത് കേൾക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ എനിക്കോ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഒരു എക്സാമ്പിൾ, ഏറ്റവും ബേസിക് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോക്കൺ സ്വാപ്പുകളാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഏറ്റവും ഈസി ആയിട്ട് വെബ്3യിലേക്ക് കടന്നു വരാൻ പറ്റിയ ഒരു മേഖല എന്ന് പറയുന്നത് കുറച്ച് ക്രിപ്റ്റോ കറൻസീസ് ബൈ ചെയ്യാന്നുള്ളത് തന്നെ. പക്ഷെ അതിൽ കുറെ കോൺട്രവേഴ്സീസ് ഉണ്ട്. ഇപ്പോ കുറെ സ്കാം ചെയ്യാനുള്ള ടോക്കൺസ് ഉണ്ട്. പക്ഷെ നമുക്ക് ചൂസ് ചെയ്യാം. നമുക്ക് നല്ല ഇപ്പോ ബിറ്റ് കോയിനോ അല്ലെങ്കിൽ ഇത്തരം പോലെ ചൂസ് ചെയ്തെന്ന് വിചാരിക്കാം. അപ്പോൾ നല്ല 2 ടോക്കൺസ് ചൂസ് ചെയ്തിട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള വെബ്3 ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ചേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. ടോക്കൺസ് സ്വാപ്പ് ചെയ്യുക. ഇപ്പൊ എന്റെ എന്ന് പറഞ്ഞ ടോക്കൺ ഉണ്ട്, അതെനിക്ക് ബി എന്ന് പറഞ്ഞ ടോക്കണായി സ്വാപ്പ് ചെയ്യണം. അപ്പൊ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടോക്കൺ സ്വാപ്പ് ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും. ആ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഇപ്പൊ അതിന് ഏറ്റവും ബേസിക് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിസ്വാപ്പ് ആയിരുന്നു ഏറ്റവും ഫസ്റ്റ് ടോക്കൺ സ്വാപ്പ്. യൂണിസ്വാപ്പിന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ടോക്കൺ സ്വാപ്പ് ചെയ്ത് നമുക്ക് വേറെ ടോക്കൺ ആക്കാം. നമ്മൾ ഏതൊരു കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്ന പോലെ ക്രിപ്റ്റോ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. അതാണ് ബ്ലോക്ക് ചെയിനിലുള്ള ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇത് തന്നെയാണ് ഇപ്പൊ വാസരത്സോ അല്ലെങ്കിൽ ബൈനാൻസോ പോലുള്ള സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകൾ സെൻട്രലൈസ്ഡ് ആയിട്ട് ചെയ്യുന്നത്. പക്ഷെ ഇത് യാതൊരുവിധ സെൻട്രലൈസ്ഡ് ഇന്റർമീഡിയറീസും ഇല്ലാതെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് ചെയ്യുന്നതാണ് ഈ ടോക്കൺ സ്വാപ്സ് അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ടോക്കൺ സ്വാപ്സ് എന്ന് പറയുന്നത്. അതിനെ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകൾ അല്ലെങ്കിൽ ഡെറ്റ്സുകൾ എന്ന് വിളിക്കും. അപ്പൊ അത് ഏറ്റവും ബേസിക് എക്സാമ്പിൾ ആണ്. അതായത് നമ്മൾ ഇപ്പം റിയൽ ലൈഫിൽ മണി എക്സ്ചേഞ്ച് ചെയ്യുന്നത് പോലെ ക്രിപ്റ്റോ കറൻസീസ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ടുള്ള സാധനം. ഇപ്പം യൂണിസ്വാപ്പ് മെൻഷൻ ചെയ്തുകൊണ്ടാണ് യൂണിസ്വാപ്പ്, എനിക്ക് തോന്നുന്നു യൂണിസ്വാപ്പ് പ്രോട്ടോകോൾ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് അല്ലേ അതിന്റെ വെബ്സൈറ്റിൽ എന്തോ ഉണ്ട്. അതുപോലെ ഇപ്പം നീ വർക്ക് ചെയ്യുന്ന കമ്പനി എഡ്ജ് ആൻഡ് നോഡ് എന്ന് പറയുന്നതും സിമിലർലി ഒരു പ്രോട്ടോകോളിൽ വർക്ക് ചെയ്യുന്നതാണ്. സോ ക്യാൻ യു ടേക്ക് എ ബിറ്റ് ലൈക്ക് എന്താണ് എഡ്ജ് ആൻഡ് നോഡ്, അവിടെ എന്താണ് ആക്ച്വലി നീ ആസ് എ ഡെവലപ്പർ വെബ്3യിൽ ചെയ്യുന്നത് എന്നുള്ള സംഭവം? ഇപ്പൊ എഡ്ജ് ആൻഡ് നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോർ ഡെവലപ്പർ ഓഫ് എ മെയിൻ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഗ്രാഫ് എന്നാണ് ആ പ്രൊഡക്റ്റിന്റെ പേര്. ഗ്രാഫ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രോട്ടോകോൾ ഒബ്വിയസ്ലി. സോ ഇറ്റ്സ് എ സെറ്റ് ഓഫ് റൂൾസ് ഫോർ ഇൻഡെക്സിങ് ദ ബ്ലോക്ക് ചെയിൻ. അപ്പോൾ ഇതിൽ ഞാൻ ഇപ്പോൾ കുറച്ച് ടേംസ് ഇട്ട് പോയത് ഇൻഡെക്സിങ് പിന്നെ ബ്ലോക്ക് ചെയിൻ. ഇപ്പോൾ നമുക്ക് ബ്ലോക്ക് ചെയിൻ നമുക്ക് അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫോൾട്ട് ടോളറന്റ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷണൽ സ്റ്റേറ്റ് മെഷീൻ എന്ന് പറയാം. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ട്രാൻസാക്ഷൻസ് ഹാൻഡിൽ ചെയ്യുക, അത് മാത്രമാണ് ബ്ലോക്ക് ചെയിൻ സംഭവം. നമ്മൾ ഇപ്പോൾ ബിറ്റ് കോയിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് രീതിയിൽ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്യുക, അതാണ് ബിറ്റ് കോയിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലോക്ക് ചെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പർപ്പസിന് വേണ്ടി മാത്രം ഉണ്ടായിരിക്കുന്നത്, ഏറ്റവും ഫോൾട്ട് ടോളറന്റ് ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുക, റൈറ്റ് ചെയ്യുക, അതാണ് ബ്ലോക്ക് ചെയിൻസിന്റെ പർപ്പസ്. പക്ഷെ ഇതിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിൻ കോൺസ്റ്റന്റ് ആയിട്ട് ഡാറ്റ റീഡ് ചെയ്തുകൊണ്ടിരിക്കണം. പല ആപ്ലിക്കേഷൻസ് ഇപ്പോൾ ഒരു ഡെറ്റ്സ് എടുക്കുകയാണെങ്കിൽ, ഒരു ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് യൂണിസ്വാപ്പ് പോലുള്ള ഒരു ഡെറ്റ്സ് എടുക്കുകയാണെങ്കിൽ അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ തന്നെ ചിലപ്പോൾ കുറെ ട്രാൻസാക്ഷൻസ് വരും, കുറെ ടോക്കൺ സ്വാപ്സ് വരും. അപ്പൊ ഇതൊക്കെ അവർക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ബ്ലോക്ക് ചെയിനിലെ ഡാറ്റാബേസ് ക്വയറി ചെയ്ത് അത് വെറും ട്രാൻസാക്ഷണൽ ഡാറ്റ, ജസ്റ്റ് എന്ന് ബിയിലേക്ക് സ്വാപ്പ് ചെയ്തു അല്ലെങ്കിൽ അങ്ങനത്തെ ട്രാൻസാക്ഷൻ ഡാറ്റ, അതിൽ നിന്ന് റിച്ച് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അവർക്കില്ല, ബ്ലോക്ക് ചെയിൻ നോഡുകളിലില്ല. അപ്പൊ ഗ്രാഫ് പ്രോട്ടോകോൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയിനിന്റെ ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യുന്നു, എന്നിട്ട് യൂസേഴ്സിന് അവരുടെ രീതിയിലുള്ള ഡാറ്റ മോഡൽസ് ഡിഫൈൻ ചെയ്യാം, അത് അവർക്ക് വേണ്ട രീതിയിൽ ഇൻഡെക്സ് ചെയ്യാം. ഈ ട്രാൻസാക്ഷണൽ ഡാറ്റനെ അവർ അപ്ലിക്കേഷൻ സ്പെസിഫിക് ഡാറ്റ ആക്കിയിട്ട് അവർക്ക് ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് തന്നെ സ്റ്റോർ ചെയ്യാം. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റീഡ് ഇപ്പൊ എന്താ പറയാ, ഒരു റീഡ് വെർഷൻ ഓഫ് എ ബ്ലോക്ക് ചെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. ബ്ലോക്ക് ചെയിൻ ഒരു ഫോൾട്ട് ടോളറന്റ് ആയിട്ടുള്ള റൈറ്റ് മെഷീൻ ആണെന്നുണ്ടെങ്കിൽ ഗ്രാഫ് പ്രോട്ടോകോൾ ഈസി ആയിട്ട് ബ്ലോക്ക് ചെയിൻ ഡാറ്റ ആക്സസ് ചെയ്യാനായിട്ടുള്ള ഒരു ടൂളാണ്. അപ്പൊ ഈ ടൂള് ഒരു ഡെവലപ്പർ ടൂളിംഗ് തന്നെ പറയാം. അപ്പൊ ഈ ടൂളിംഗ് ആണ് എഡ്ജ് നോഡ് ബിൽഡ് ചെയ്യുന്നത്. എഡ്ജ് നോഡ് സ്പെസിഫിക്കലി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഇതിന്റെ ഇൻഡെക്സിങ് പാർട്ടാണ്. ഈ ഗ്രാഫ് പ്രോട്ടോകോളിലുള്ള
ഇൻഡെക്സേഴ്സിന്റെ സോഫ്റ്റ്വെയർ. അതാണ് ഞാനിപ്പോ ബിൽഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫ് നോഡ് എന്ന് പറയും. ഗ്രാഫ് നോഡ് ഇസ് ദ പീസ് ഓഫ് സോഫ്റ്റ്വെയർ ദാറ്റ് ഡസ് ഓൾ ദ ഇൻഡെക്സിങ്. പിന്നെ വേറെ കുറെ കമ്പോണൻസ് ഉണ്ട്. ഇത് ഡീസെൻട്രലൈസ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ കുറെ കമ്പോണൻസ് ഇതിപ്പം പ്രവർത്തിച്ചാലാണ് അത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. പക്ഷെ അതിന്റെ ഏറ്റവും കോർ പാർട്ടിലെ ഇൻഡെക്സിങ് കമ്പോണന്റ് ആണ് ഞാൻ ആസ് എ ഡെവലപ്പർ ഞാൻ അവിടെ ബിൽഡ് ചെയ്തോണ്ടിരിക്കുന്നത്. എഡ്ജ് ആൻഡ് നോഡിലേക്ക് വരുമ്പോഴത്തേക്കും വി ഹാവ് ടു ടോക്ക് അബൌട്ട് യുവർ ജോബ്, അല്ലെങ്കിൽ അതൊരു എന്തു പറയുക, ഞാൻ ഈ പറയുന്നത് ചിലപ്പോൾ നിനക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അതായത് നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് വി വിൽ ട്രൈ ഔട്ട് എ ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് തിങ്സ്. പല പല ടെക് സ്റ്റാക്കുകൾ നമ്മൾ ട്രൈ ഔട്ട് ചെയ്യും ക്യൂരിയസ് ആയിട്ട്. അതിൽ ചിലത് വർക്ക് ആവും, ചിലത് വർക്ക്ഔട്ട് ആവില്ല. ഇപ്പോൾ ഈ Web3 ഹൈപ്പൊക്കെ വരുന്നതിന് മുന്നേ തന്നെ യു വെർ ഇൻ ടു ദിസ് ഫീൽഡ്, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിനിൽ നീ ഒരുപാട് വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം നിന്റെ ഗിറ്റബ് റിപ്പോസ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും ഒരുപാട് സാധനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്ന് പെട്ടെന്ന് ഒരു ദിവസം ഇപ്പോൾ ഈ Web3 ശരിയാണ് USDയിൽ നിന്ന് INRലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ 50 LP എന്ന് പറയുന്നത് ഇറ്റ് ബിക്കേം എ ഹ്യൂജ് തിങ്. ഈ ഒരു CTC ഒക്കെ വന്നിട്ട് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തപ്പോൾ ഒരു വാലിഡേഷൻ ഫീൽ ചെയ്തു. ലൈക്ക് ഓക്കെ, ഞാൻ ബ്ലോക്ക് ചെയിൻ പഠിച്ചതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. കാരണം ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ there were lot of കോൺട്രവേഴ്സീസ് എന്നല്ല, ലൈക്ക് ഭയങ്കര ഒരു അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നു ഇൻ ദ ഫീൽഡ് ഓഫ് Web3. ആൻഡ് ഇപ്പം നീ ഓഫേഴ്സ് സ്വീകരിക്കാതെ Web3യിലേക്ക് തന്നെ ഒരു ജോലി വേണം എന്ന് പറഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ യു ആർ ടേക്കിംഗ് എ ഹ്യൂജ് റിസ്ക് അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പോൾ ആ ഒരു സിനാരിയോ എങ്ങനെയായിരുന്നു? പെട്ടെന്ന് ഇത് കിട്ടിയപ്പോൾ ഉണ്ടായ ഒരു വാലിഡേഷനും വാട്ട് ഇസ് ആഫ്റ്റർ ദാറ്റ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് പ്ലേസ്മെന്റ്സ് ഒക്കെ നടക്കുന്ന ഒരു ടൈമല്ലേ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പൊതുവെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർലി ഇപ്പൊ കോളേജ് തുടങ്ങിയ സമയത്ത് തന്നെ നമ്മുടെ കോളേജിൽ കുറെ കമ്മ്യൂണിറ്റീസും പിന്നെ സീനിയേഴ്സും ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ ബോഡി കോമ്പറ്റീഷൻസും കുറെ വർക്ക്ഷോപ്സും നടത്തിയിരുന്നു. അപ്പൊ വെച്ചാൽ നമുക്ക് ഇങ്ങനെ തുടക്കത്തിൽ അങ്ങനെ ഒരു കൾച്ചർ കിട്ടി, ഇങ്ങനെ ഓരോ പുതിയ ടെക്നോളജീസ് ട്രൈ ചെയ്യുക. അപ്പൊ വെച്ചാൽ പിന്നെ അങ്ങനത്തെ ഒരു സർക്കിളിൽ എത്തിപ്പെട്ടു. അതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആവുന്നു. കൂടെ ഉള്ളവരും പല ടെക് സ്റ്റാക്കുകളും ട്രൈ ചെയ്യുന്നു. അപ്പൊ നമുക്കും ഒരു പിയർ പ്രഷർ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പഠിച്ച് വന്ന് നമ്മൾ പല സംഭവം ട്രൈ ചെയ്തു. ഇടയ്ക്ക് മെഷീൻ ലേണിംഗ് ട്രൈ ചെയ്തു, ഇടയ്ക്ക് മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ് ട്രൈ ചെയ്തു. അങ്ങനെ ട്രൈ ചെയ്ത് എത്തിയൊരു സ്ഥലമാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇടയ്ക്ക് ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ വരിക. ഇടയ്ക്ക് കുറച്ച് റിയാക്ട് പഠിക്കും, ഇടയ്ക്ക് കുറച്ച് നോട്ട് ജേസ് പഠിക്കും. അങ്ങനെ അവസാനം എത്തിയൊരു സംഭവം. ഇപ്പൊ ബ്ലോക്ക് ചെയിനിൽ എത്തിയപ്പോൾ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞാനൊക്കെ ശരിക്കും തുടങ്ങിയെന്ന് പറഞ്ഞ ഡെവലപ്പർ ആയിട്ടൊന്നല്ല, ജസ്റ്റ് വാസറസിൽ കുറച്ച് കോയിൻസ് മേടിച്ചു, അത് ഭയങ്കരമായിട്ട് ബൂം ചെയ്തു, ഇതെന്താ സംഭവം എന്ന് മനസ്സിലായി. അങ്ങനെ ഒരു ഇതാണ് നമ്മളൊക്കെ തുടങ്ങിയത്. അപ്പോ അങ്ങനെ ഒരു തുടക്കം കിട്ടിയ കാരണം ജസ്റ്റ് പിന്നെ ഭയങ്കര ക്യൂരിയസ് ആയി. ബിറ്റ് കോയിൻ ഒക്കെ മനസ്സിലാക്കിയപ്പോഴും കുറച്ച് യൂട്യൂബ് വീഡിയോസ് കണ്ടപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഓ ഇത് അടിപൊളിയാണല്ലോ, ഇത് ഒന്ന് മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ്. പക്ഷെ അത് ഇവഞ്ച്വലി ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു അത്യാവശ്യം. ഇപ്പൊ ഇപ്പോഴത്തെ ഒരു ഹൈപ്പ് പോലെയായിരുന്നു അന്നത്തെ ബ്ലോക്ക് ചെയിൻ ഹൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ കയറി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാം അങ്ങനെയുള്ള മൈൻഡ് ഉണ്ടായിരുന്നു. നമ്മൾ പറയുമ്പോ എല്ലാം പറയണല്ലോ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചു, നമ്മൾ കൺസെപ്റ്റുകൾ മനസ്സിലാക്കി, എന്നിട്ട് പതുക്കെ ഒരു എഞ്ചിനീയർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് എഞ്ചിനീയറിംഗ് സൈഡിൽ തന്നെയല്ലേ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് പതുക്കെ ബ്ലോക്ക് ചെയിനിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കി പഠിച്ചു. പിന്നെ പതുക്കെ എനിക്ക് പൊതുവെ പഠിച്ചു തുടങ്ങിയാലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ വെറുതെ ട്യൂട്ടോറിയൽസ് നോക്കി ഓരോന്ന് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും സീരിയസ് ആയിട്ട് ബിൽഡ് ചെയ്യണം, അങ്ങനെ പുഷ് ചെയ്യാൻ എന്തെങ്കിലും വേണം. അപ്പൊ ഞാൻ പൊതുവെ ഇന്റേൺഷിപ്സ് ആണ് നോക്കുക. അപ്പോ ഞാൻ ആ സമയത്ത് ഇന്റേൺഷിപ്സ് നോക്കാൻ തുടങ്ങി 4th ഇയർ ആയപ്പോ. അങ്ങനെ ഒരു EPNS എന്ന് പറഞ്ഞിട്ട് ഇത്തരം പുഷ് നോട്ടിഫിക്കേഷൻ സർവീസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു Web3 കമ്പനി ഉണ്ടായിരുന്നു. ഒരു ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ആയിരുന്നു. അപ്പൊ അവരുടെ സിഇഒക്ക് ഞാൻ ഇങ്ങനെ കോൾഡ് റീച്ച് ഔട്ട് ചെയ്യാണ്. ഞാൻ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇതൊക്കെയാണ് എന്റെ സ്കിൽസ്, എനിക്ക് ഇതൊക്കെ അറിയാന്ന് പറഞ്ഞിട്ട് ഞാൻ കോൾഡ് റീച്ച് ഔട്ട് ചെയ്യണം. അപ്പൊ എന്തോ ഭാഗ്യത്തിന് പുള്ളി കണ്ടു, എന്നിട്ട് ഒരു ഇന്റർവ്യൂ കിട്ടി, എന്നിട്ട് നമ്മളവിടെ തുടങ്ങി. അപ്പൊ അങ്ങനെയാണ് Web3 ആസ് എ ഡെവലപ്പർ ഞാൻ ജോയിൻ ചെയ്യുന്നത്. പിന്നീട് അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആവാണ് ചെയ്തത്. മൊത്തത്തില് സ്റ്റാക്കും വർക്ക് ചെയ്യുന്ന ആൾക്കാരും പിന്നെ മൊത്തത്തില് ഇൻഡസ്ട്രി ഭയങ്കര ഒരു താല്പര്യമായി. കാരണം ഭയങ്കര കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആണ്. എന്ന് വെച്ചാൽ എല്ലാവരും കമ്മ്യൂണിറ്റിയിലാണ് എല്ലാം ബിൽഡ് ചെയ്യുന്നതും. അപ്പൊ അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പൊ അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇന്റേൺഷിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4th ഇയറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര സമയം ഉണ്ടാവില്ല, പ്ലേസ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ആ ഒരു സ്റ്റേജിലൊക്കെ സമയത്ത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ക്യാമ്പസിൽ ഒരു കമ്പനി വരിക. അപ്പൊ കമ്പനി വന്നപ്പോ എന്റെ മൈൻഡില് ഞാനൊരു ലെവൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത്ര ലെവലുണ്ട്, നമുക്ക് എന്തായാലും കിട്ടും, അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു എനിക്ക് ഫസ്റ്റ് കമ്പനി വന്നു.
ഫസ്റ്റ് കമ്പനി വന്നിട്ട് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറ്റേ ആപ്റ്റിറ്റ്യൂഡ് അല്ലേ, ആപ്റ്റിറ്റ്യൂഡ് എഴുതി എന്നിട്ട് ഞാൻ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആപ്റ്റിറ്റ്യൂഡ് എഴുതി പകുതി എത്തിയപ്പോഴാണ് മനസ്സിലായി ഒന്നും കിട്ടുന്നില്ല, റെഡി ആവുന്നില്ല. പ്രിപ്പയർ ചെയ്യാണ്ടൊക്കെയാണ് പോയി എഴുതി. അപ്പൊ വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കമ്പനി ഒന്നും കിട്ടിയില്ല. അപ്പൊ ആകെ പേടിയായി. ആ തുടക്കത്തിലുണ്ടായിരുന്ന കോൺഫിഡൻസ് ഒക്കെ അങ്ങോട്ട് പോയി. പിന്നെ വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഡിലോയിറ്റ് ആണ് വന്നത്. ഡിലോയിറ്റ് വന്നപ്പോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ജോലി ആയിരുന്നില്ല, പക്ഷെ ആകെ പാനിക് മോഡലായിരുന്നു. ഇനിയിപ്പോ കിട്ടിയില്ലെങ്കിലോ, ആദ്യത്തെ കിട്ടിയില്ലെങ്കിലോ മനസ്സിലായി. എന്നിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത് കിട്ടി കഴിഞ്ഞപ്പോഴാണ് വിഷമായി. ഇത് ഇഷ്ടമുള്ള ജോലിയല്ലല്ലോ, ഇനിയാണെങ്കിൽ പ്ലേസ്മെന്റ് ഇരിക്കാനും പറ്റില്ല. അപ്പൊ ആകെ പെട്ടു. അപ്പൊ പിന്നെ എന്നുവെച്ചാൽ ഭയങ്കര early സ്റ്റേജിലായിരുന്നു, പ്ലേസ്മെന്റ് തുടങ്ങിയ സമയത്തായിരുന്നു. ഇഷ്ടംപോലെ വരാനുണ്ട് കമ്പനികള്. അപ്പൊ ആകെ പെട്ടു, ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല, പ്ലേസ്മെന്റ് ഇനി കിട്ടൂല. അപ്പൊ വെച്ച് കഴിഞ്ഞാൽ നിരത്തി ഓഫ് ക്യാമ്പസിന് ഇരിക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ പതുക്കെ ഇന്റേൺഷിപ്സിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഇനിയിപ്പോ വിചാരിച്ചു വെബ്3 ജോബുകൾ തന്നെ നോക്കാം, അല്ലെങ്കിൽ ഈ ഒരു ഏരിയ തന്നെ നോക്കാം. ആദ്യം എന്റെ മൈൻഡിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടണം, അങ്ങനെയൊരു ഇതുണ്ടായിരുന്നുള്ളൂ. പിന്നെ വെച്ച് കഴിഞ്ഞാൽ സമയം കിട്ടി ഇഷ്ടം പോലെ. അപ്പൊ പിന്നെ ജോലികൾക്ക് അപ്ലൈ ചെയ്യാൻ സമയം കിട്ടി, പിന്നെ പല സംഭവങ്ങളും പഠിക്കാനും സമയം കിട്ടി. അപ്പൊ ആ ഒരു സമയത്താണ് ഞാൻ ഇങ്ങനെ ഈ PPNS ഇരുന്നുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഞാൻ കുറെ അധികം ഗ്രാഫ് പ്രോട്ടോകോൾ യൂസ് ചെയ്തിരുന്നു. ഒരു ഒരു ഭയങ്കര യൂസർ ആയിരുന്നു. അപ്പൊ എനിക്ക് പ്രൊഡക്റ്റിനെ പറ്റി നന്നായി അറിയാം. അപ്പൊ പിന്നെ ഞാൻ യൂസ് ചെയ്ത ടെക്നോളജികൾ, എനിക്ക് അറിയുന്ന ടെക്നോളജികൾ ഞാൻ പതുക്കെ അവിടുത്തെ ആ ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്ന കമ്പനീസും സ്റ്റാർട്ടപ്സും ഒക്കെ ഞാൻ നോക്കി. അവിടെയൊക്കെ ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ അപ്ലൈ ചെയ്തപ്പോ എനിക്ക് ഒരുവിധം എല്ലായിടത്തും ഇന്റർവ്യൂ കോൾസ് കിട്ടി. ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പൊ അതിൽ എനിക്ക് ഏറ്റവും വലിയ ഗുണം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം എനിക്ക് അറിയുന്ന പ്രൊഡക്ട്സ് ആയിരുന്നു. അതുകൊണ്ട് ഇന്റർവ്യൂ ഒക്കെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോയത്. ബാക്കി കമ്പനികളെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഡിലൈറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാന്ന് കൂടി അറിയില്ല, എന്ത് ജോലിന്ന് കൂടി അറിയില്ല. പക്ഷെ ഇവിടെയൊക്കെ വെച്ചാൽ നമ്മൾ യൂസ് ചെയ്ത പ്രൊഡക്റ്റ്, നമുക്ക് അറിയുന്ന പ്രൊഡക്റ്റ്, നമുക്ക് അവരിപ്പോ നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് പറയാൻ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര ഹെൽപ്പ് ചെയ്തു. അങ്ങനെയാണ് ഒരു ട്രാൻസിഷൻ കിട്ടി. ഇപ്പൊ അങ്ങനെ ഗ്രാഫിൽ നിന്നൊരു ഓഫർ കിട്ടി. പിന്നെ അധികം ചിന്തിച്ചില്ല, കാരണം എനിക്ക് കമ്പനി കൾച്ചർ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അഡ്വർടൈസ് ചെയ്യുന്ന ഒരു കമ്പനി ആയിരുന്നു. ഭയങ്കര വർക്ക് ലൈഫ് ബാലൻസ്. അപ്പൊ പിന്നെ വേറെ ഒന്നും ചിന്തിച്ചില്ല, അവിടെ തന്നെ പോവാന്നുള്ള മൈൻഡായി. പിന്നെ ഓഫറും അത്യാവശ്യം വലുതായിരുന്നു, അതുകൊണ്ട് പിന്നെ അധികം ചിന്തിക്കേണ്ടി തോന്നില്ല, നേരെ അങ്ങോട്ട് കയറി. അതും കോളേജ് കഴിഞ്ഞിട്ടുണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല, ജോലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് കഴിയാറാവുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ എക്സാംസും അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഫസ്റ്റ് മന്ത് ഒക്കെ നല്ല കഷ്ടപ്പെട്ടിട്ടാണ് മാനേജ് ചെയ്തത്. പിന്നെ പതുക്കെ അങ്ങോട്ട് റെഡി ആവുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കാരണം ഇറ്റ് ബിക്കം വൈറൽ അല്ലേ? ആ ഒരു സമയത്ത് ഈ 50 LP എന്ന് പറയുന്നത് ഭയങ്കര വൈറലായിട്ട് മാറി. അപ്പം ഞാൻ പേഴ്സണലി ഒട്ടും സർപ്രൈസ്ഡ് ആയിരുന്നില്ല. അത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ലൈക്ക് ഇപ്പോൾ മേ ബി 50 LP എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമേ ആലോചിച്ച് നോക്കിയത് US ബേസ്ഡ് കമ്പനി ആയിരിക്കും, അവിടുത്തെ പേ സ്കെയിൽ മാറി വരുമ്പോഴത്തേക്കും ഇതായിരിക്കും എന്നുള്ളത്. ആൻഡ് നീ ഇതിലേക്ക് വന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നീ ഓൾറെഡി ബ്ലോക്ക് ചെയിനിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്ന് എനിക്ക് അറിയാം. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, നീ ആ ഫീൽഡ് തന്നെ കണ്ടിന്യൂ ചെയ്തു, യു മെയ്ഡ് എ ഗുഡ് ഔട്ട്പുട്ട് എന്നുള്ള രീതിയിൽ. പക്ഷേ ഹാവ് യു എവർ ഫെൽറ്റ് ദാറ്റ് ഈ ഒരു സാധനത്തിന് ശേഷം, ഈ 50 LPക്ക് ശേഷം ഒരുപാട് ആൾക്കാർ Web3യിലേക്ക് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ മണി എൻ്റർ ചെയ്തു? കാരണം പിന്നീടുള്ള കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിൽ ഞാൻ ഭയങ്കരമായിട്ട് ഈ സ്റ്റുഡൻസിനെയൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്, അതായത് Web3യിൽ നിൽക്കുന്നത് ടെക്കിന് വേണ്ടിയിട്ടല്ല, കാശിന് വേണ്ടിയിട്ടാണ്. നിനക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ അതിനെപ്പോഴെങ്കിലും? അതെ, അത് കുറെയൊക്കെ സത്യമുണ്ട്. ഇപ്പൊ 50 LP എന്ന് പറയുന്നത് US ഒരു സാലറി നോക്കുമ്പോ അത്ര വലിയൊരു എമൗണ്ട് ഒന്നല്ല. പിന്നെ പ്രൊഫഷണൽ സാലറി നോക്കുമ്പോ ഒരു സ്റ്റാൻഡേർഡ് സാലറി അത്രേ ഉള്ളൂ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ഇൻ ജനറൽ വെബ്3യിലുള്ള ഏറ്റവും വലിയ ഹൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പൈസ ഉണ്ടാക്കാം എന്നുള്ള മൈൻഡ് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ് അഡ്വർടൈസ് ചെയ്യപ്പെടുന്നതും. കുറെ യൂട്യൂബേഴ്സും ട്വിറ്റർ ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ അഡ്വർടൈസ് ചെയ്യുന്നു, വെബ്3 അഡ്വർടൈസ് ചെയ്യുന്നു അങ്ങനെ തന്നെയാണ്. ഇത്രയും പെട്ടെന്ന് ഏറ്റവും അടിപൊളി ജോലി, ഏറ്റവും പൈസ കിട്ടുന്ന ജോലി, അങ്ങനെ ഒരു ഇതിനാണ് അഡ്വർടൈസ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ എന്റെ കോളേജിൽ തന്നെയാണെങ്കിലും ഒരുവിധ ആൾക്കാർ അതിനുശേഷം വെബ്3യിലേക്ക് ഇറങ്ങാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് മിക്കവാറും ഇത്രയും വലിയൊരു CTC കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയായിരിക്കും. പക്ഷെ അതിൽ സത്യമുണ്ട് കേട്ടോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ജനറൽ ഒരു സാധാ സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് കിട്ടുന്നതിനെക്കാട്ടിലും ഹൈലി പെയ്ഡ് ആണ് പല ജോബുകളും വെബ്3യിലെ. പക്ഷെ അതുകൊണ്ട് മാത്രം ഇറങ്ങുക എന്നുള്ളത് ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള സംഭവമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡീപ്പ് നോളജ് ഉണ്ടാക്കണം. അപ്പോ അങ്ങനെ ഇറങ്ങിയവർക്ക് കുറെ പേർക്ക് നല്ല തിരിച്ചടിയാണ് കിട്ടിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റിൽ മാത്രം പോകുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ടെക്നോളജിയോട് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, എന്താണെന്ന് അറിയില്ല.
അപ്പൊ അങ്ങനെ പഠിച്ചെടുക്കാൻ കുറെ ബുദ്ധിമുട്ടിയ ആൾക്കാരും പിന്നെ അത് ക്വിറ്റ് ചെയ്ത ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. എന്നാ അതേപോലെ തന്നെ ശരിക്കും ഈ ഇങ്ങനെ ഒരു മോട്ടിവേഷൻ കിട്ടി വന്ന് ഇഷ്ടപ്പെട്ട് ജോലി കിട്ടിയവരും ഉണ്ട് കേട്ടോ, ഇനി എന്റെ അറിവിൽ തന്നെ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അവസാനം അത് എന്ന് പറയുന്നത് വാട്ട് മാറ്റേഴ്സ് ഇസ് വാട്ട് യു ലൈക്ക് എന്നുള്ളതാ, വാട്ട്സ് യുവർ പാഷൻ എന്നുള്ളതാ. അപ്പൊ എന്ത് ജോലി എത്ര ശമ്പളം കിട്ടിയാലും നമുക്കതിൽ പിടിച്ചു നിൽക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഇൻട്രസ്റ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെടുക തന്നെ ചെയ്യും. ഇപ്പോ എന്നെ പിടിച്ച് ഇപ്പൊ കൺസൾട്ടിങ് കൊണ്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സർവൈവ് ചെയ്യാനേ പറ്റുന്ന വരില്ല. അതിപ്പോ 1 കോടി സാലറി ഉണ്ട്, 1.5 കോടി സാലറി ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന വരില്ല. പക്ഷെ ആൾക്കാർ അവിടെ സ്റ്റക്ക് ആവും ചിലപ്പോ അത്ര സാലറി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷെ ആ ഒരു ഇൻട്രസ്റ്റും പാഷനും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്തിപ്പെടാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. എന്നുള്ളതേ. അങ്ങനെ ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. എസ്പെഷ്യലി ഇപ്പം നീ പറഞ്ഞതുപോലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് റോൾസ് ഒരു നോർമൽ എഞ്ചിനീയറിംഗ് റോൾ കിട്ടുന്നതിനേക്കാൾ ഹൈലി പെയ്ഡാണ് പല റോളുകളും. എസ്പെഷ്യലി വെബ്3 കമ്മ്യൂണിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഈ കമ്മ്യൂണിറ്റി മാനേജേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഒരു ഭയങ്കര ബൂം തന്നെ ഉണ്ടായിരുന്നു ആ ഒരു ടൈം പീരീഡിൽ. അവർ ചിലപ്പോൾ, ഞാൻ കുറച്ച് പറയുന്നതല്ല, ചിലപ്പോൾ അവർ ചെയ്യുന്നത് മേ ബി ആ ഡിസ്കോഡ് കമ്മ്യൂണിറ്റി മാനേജ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ കമ്മ്യൂണിറ്റി ആക്ടിവിസ്റ്റ് പ്രോപ്പർ കമ്മ്യൂണിറ്റി എക്സ്പോഷറിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ ഈ പറയുന്ന ആൾക്കാർക്കെല്ലാം മറ്റേ പോളിഗണിന്റെ ലേ ഓഫ് ടൈം അല്ലെങ്കിൽ വെബ്3 ഒരു ഡിപ്പ് വന്നൊരു ടൈം ഉണ്ടല്ലോ, ആ സമയത്ത് എല്ലാവർക്കും ഇപ്പം നീ പറഞ്ഞതുപോലെ ഒരുപാട് ആൾക്കാർ ബാക്ക് ഫയർ കിട്ടിയത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ആൾക്കാരെല്ലാവരും എ ഐ ഹൈപ്പിന് പറയുകയാണ്. എ ഐ പിന്നെ അത് ആ ഒരു വഴിക്ക് പോകുന്നത് കൊണ്ട് വലിയ പ്രശ്നമില്ല. ഈ ഇപ്പൊ പുതിയതായിട്ട് ഒരാള് വെബ്3യിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ, വെബ്3 ലെറ്റ്സ് ജസ്റ്റ് സേ പഠിക്കാൻ ഇൻട്രസ്റ്റ് ആണ് തോന്നുന്നതെന്നുണ്ടെങ്കിൽ എവിടെ നിന്നായിരിക്കും ഒരു ഗുഡ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്? കാരണം ഇപ്പം നീ ഇപ്പം നിന്റെ പ്രിഫേർഡ് മെത്തേഡ് ഇന്റേൺഷിപ്സ് ആണെങ്കിൽ ഹാൻഡ്സ് ഓൺ ലേണിംഗ് ആണ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള മെത്തേഡ്സ് ആണ്. പക്ഷെ ഇതിനെക്കുറിച്ചൊന്ന് ഗെറ്റ് സ്റ്റാർട്ടഡ് ആവാൻ, അല്ലെങ്കിൽ ഒരു ഇന്റേൺഷിപ്പിന് ഒന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് ഇതിന്റെ ഒരു ബേസിക് നോളജ് ബിൽഡ് ചെയ്യാൻ എങ്ങനെ പറ്റും? ബേസിക് നോളജ് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ് കോയിൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാന്നുള്ളതാണ്. ബിറ്റ് കോയിൻ ആയിരുന്നു ഏറ്റവും ഫസ്റ്റത്തെ ബ്ലോക്ക് ചെയിൻ. ഇപ്പൊ വെബ്3 എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയിൽ ഏറ്റവും പ്രിലവന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജി എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ചെയിനാണ്. അപ്പൊ അതിന്റെ ഏറ്റവും ബേസിക് സംഭവങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് ഏറ്റവും ഫസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു യൂസർ ആവാന്നുള്ളതാണ്. നമ്മൾ എന്ത് ടെക്നോളജിയാണ് ഉപയോഗിക്കാൻ പോകുന്നത് അതിന്റെ ഒരു യൂസർ ആയി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ളൂ. അതുകൊണ്ട് നേരെ കയറി ഡെവലപ്പർ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കുറച്ച് ബിറ്റ് കോയിൻസ് മേടിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ടോക്കൺസ് മേടിക്കുക, എന്നിട്ട് ജസ്റ്റ് ഇന്ററാക്ട് ചെയ്ത് നോക്കുക. ബ്ലോക്ക് ചെയിനിൽ എങ്ങനെ ഇന്ററാക്ട് ചെയ്യുക, ബ്ലോക്ക് ചെയിനിൽ എങ്ങനെയാ ട്രാൻസാക്ഷൻസ് അയക്കുക, ഈ ബേസിക് സംഭവങ്ങൾ മനസ്സിലാക്കുക. പിന്നെ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ചിലപ്പോൾ നമുക്ക് തന്നെ ചില സംഭവങ്ങൾ ഇൻട്രസ്റ്റഡ് ആവും. എന്ന് വെച്ചാൽ ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസ് ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ടോക്കൺസ്, ഈ പറഞ്ഞ പോലെ ടോക്കൺസ് വെച്ച് USD ലോൺ എടുക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റഡ് ആവും. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമ്മളൊരു യൂസർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും. അതിലും പെട്ടെന്ന് ഐഡിയ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു യൂസർ ആവുന്നതിനെക്കാട്ടും. വെറുതെ നമ്മൾ കുറെ വീഡിയോസ് കണ്ടു അല്ലെങ്കിൽ കുറെ വൈറ്റ് പേപ്പേഴ്സ് വായിച്ചു, അതിനേക്കാളും ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് യൂസ് ചെയ്ത് നോക്കുക എന്നുള്ളത് തന്നെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് കുറച്ചും കൂടി തിയററ്റിക്കലി കിടക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ഞാനൊക്കെ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കുറച്ച് ടോക്കൺസ് മേടിച്ചു, പിന്നെ പതുക്കെ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകൾ മാറ്റി ബ്ലോക്ക് ചെയിനിൽ തന്നെ ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, അപ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് പഠിക്കാം. അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ പതുക്കെ, ഇപ്പൊ ബിറ്റ് കോയിൻ ആണെന്നുണ്ടെങ്കിൽ ബിറ്റ് കോയിന്റെ വൈറ്റ് പേപ്പർ ഉണ്ട്, കുറച്ചും കൂടി അക്കാഡമിക് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പലതും. അത്ര കടുകട്ടി ലാംഗ്വേജ് ഒന്നുമല്ല. അപ്പൊ ഞാനൊക്കെ എന്ന് വെച്ചാൽ ബിറ്റ് കോയിൻ വൈറ്റ് പേപ്പർ വായിച്ചു. അത് കഴിഞ്ഞിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഇതിന്റെ പുറകിലുള്ള ഒരു ബേസിക് ഐഡിയ മനസ്സിലായി. അങ്ങനെ പതുക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ് കോയിൻ മനസ്സിലാക്കിയപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഒബ്വിയസ്ലി എത്തിരിയാണ്. എത്തിരിയാണ് എല്ലാം ചേഞ്ച് ചെയ്ത ഒരു ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. ബിറ്റ് കോയിൻ ഒരു അപ്ലിക്കേഷൻ സ്പെസിഫിക് ബ്ലോക്ക് ചെയിൻ ആയിരുന്നു. അതിന്റെ സോൾ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസെൻട്രലൈസ്ഡ് മണി മാത്രമായിരുന്നു. എത്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ പോലെയാണ്, ഒരു ഡീസെൻട്രലൈസ്ഡ് കമ്പ്യൂട്ടർ പോലെയാണ്. അപ്പൊ ഇവിടെയാണ് എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ നമ്മൾക്ക് ഡെവലപ്പേഴ്സിന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇത്തീരിയം ബേസ്ഡ് ആപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ ഇത്തീരിയം ഓപ്പൺ ചെയ്ത ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായ പല ആപ്ലിക്കേഷൻസും ബിൽഡ് ചെയ്യുക, അങ്ങനത്തെ സ്റ്റാർട്ടപ്പുകളിൽ പാട്ടാവുക, അങ്ങനത്തെ കമ്പനീസിൽ പാട്ടാവുക എന്നുള്ളതാണ് ഡെവലപ്പേഴ്സിനുള്ള ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഒബ്വിയസ്ലി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത്തീരിയം എന്താണെന്ന് പഠിക്കുക, പിന്നെ ഇത്തീരിയത്തിൽ എങ്ങനെ ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കാമെന്ന് പഠിക്കുക. അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതേപോലെ കുറച്ച് എത്തീരിയം മേടിച്ച് നോക്കുക, എത്തീരിയത്തിൽ ട്രാൻസാക്ഷൻസ് അയച്ചു നോക്കുക,
പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഡെവലപ്പർ അല്ലെങ്കിൽ എഞ്ചിനീയർ ഫോക്കസ്ഡ് ആയിട്ടുള്ള എന്ന് പറയുന്നത് എത്തീരിയത്തിൽ എങ്ങനെ കോഡ് എഴുതാം. എത്തീരിയത്തിൽ കോഡ് എഴുതാന്ന് പറയുമ്പോൾ കുറെ ലാംഗ്വേജുകൾ ഉണ്ട്, പക്ഷെ ഏറ്റവും പ്രിലവന്റ് ആയിട്ടുള്ള ലാംഗ്വേജ് എന്ന് പറയുന്നത് സൊളിഡിറ്റി എന്ന് പറയുന്ന ലാംഗ്വേജാണ്. എത്തീരിയത്തിൽ കോഡ് എഴുതുക അല്ലെങ്കിൽ സ്മാർട്ട് കോൺട്രാക്ട്സ് എഴുതാന്ന് പറയും. എത്തീരിയത്തിലുള്ള പ്രോഗ്രാംസിനെ നമ്മൾ സ്മാർട്ട് കോൺട്രാക്ട്സ് എന്നാണ് വിളിക്കുക. അപ്പൊ ഈ സ്മാർട്ട് കോൺട്രാക്ട്സ് എഴുതാനുള്ള ലാംഗ്വേജ് ആയിട്ടുള്ള സൊളിഡിറ്റി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജ്, പക്ഷെ ഏറ്റവും പ്രിലവന്റ് ആയിട്ടുള്ള ലാംഗ്വേജ് പഠിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. സൊളിഡിറ്റിയുടെ ബേസിക്സ് സാധാരണ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പോലെ തന്നെ സൊളിഡിറ്റി. ജസ്റ്റ് നമുക്ക് എല്ലാ കാര്യങ്ങളും വേരിയബിൾസും പിന്നെ കൺസോൾ ലോഗും അതേപോലത്തെ സെറ്റപ്പുകൾ എല്ലാം സൊളിഡിറ്റിയിലും ഉണ്ട്. അപ്പോൾ ഇത് പഠിക്കാൻ ഏതൊരു ലാംഗ്വേജ് ഒരു വട്ടം പഠിച്ചിട്ടുള്ള ആൾക്കും പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത സംഭവം. പക്ഷെ ഈ ബ്ലോക്ക് ചെയിൻ റിലേറ്റഡ് കൺസെപ്റ്റ്സ് മുമ്പേ അറിയുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ബ്ലോക്ക് ചെയിൻസിനെ പറ്റി പഠിക്കുക. പിന്നെ ഒരു ഡെവലപ്പർ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്മാർട്ട് കോൺട്രാക്ട്സ് എന്താണെന്ന് മനസ്സിലാക്കുക. 1-2 സ്മാർട്ട് കോൺട്രാക്ട്സ് എഴുതി നോക്കുക. ഇതൊക്കെയാണ് ഒരു വെബ്3ലേക്ക് ഒരു ഡെവലപ്പർക്ക് എടുക്കാനുള്ള ബേസിക് സ്റ്റെപ്സ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിരിക്കും. ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ബാക്ക് ആൻഡ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ജോലികൾക്കാരും താല്പര്യം. പൊതുവെ വേറെ ആൾക്കാർക്ക് ചിലപ്പോൾ ഫ്രണ്ട് ആൻഡ് ഫോക്കസ്ഡ് ജോലികൾക്കായിരിക്കും താല്പര്യം. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഒരു റിയാക്ട് എഞ്ചിനീയർ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് വെബ്3യിലെ റിയാക്ട് എഞ്ചിനീയറും ചെയ്യുന്നത്. ആകെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെബ്3 സ്പെസിഫിക് ആയിട്ടുള്ള ടെക്നോളജീസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ വെബ്3 സ്പെസിഫിക് ആയിട്ടുള്ള ലൈബ്രറീസ് ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അപ്പോ അവിടെ പിന്നെ സാധാ ഫ്രണ്ട് എൻഡ് എഞ്ചിനീയറിംഗ് സ്കിൽസോ അല്ലെങ്കിൽ ബാക്ക് എൻഡ് എഞ്ചിനീയറിംഗ് സ്കിൽസോ മാത്രമേ വരുന്നത്. ആകെ ഡിഫറൻസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ട് കോൺട്രാക്ട് എഞ്ചിനീയറിംഗോ അങ്ങനെ സ്മാർട്ട് കോൺട്രാക്ട് എഴുതുന്ന ഒരു ഫീൽഡിലോട്ട് പോകാറുണ്ടെങ്കിലാണ് ഡിഫറൻസ് വരുന്നത്. പിന്നെ ഒരു ഡിഫറൻസ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ പല പല ഡിഫറെന്റ് ഫീൽഡുണ്ട്. ഇപ്പൊ ഫ്രണ്ട് എൻഡിലേക്ക് പോവാം, ബാക്ക് എൻഡിലോട്ട് പോവാം, സ്മാർട്ട് കോൺട്രാക്ട്സിലോട്ട് പോവാം, അല്ലെങ്കിൽ സെക്യൂരിറ്റിയിലോട്ട് പോവാം. ഇപ്പോൾ എത്തിക്കൽ ഹാക്കിംഗ് അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പറ്റിയൊരു ഫീൽഡാണ്. കാരണം സ്മാർട്ട് കോൺട്രാക്ട്സ് എഴുതുന്നത് ഹ്യൂമൻസ് ആണ്. ബ്ലോക്സിന് എത്ര ഫോൾട്ട് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഹ്യൂമൻസ് മിസ്റ്റേക്കുകൾ ഉണ്ടാക്കും. അപ്പൊ ഈ തലങ്ങും വിലങ്ങും ഹാക്ക് ആവുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പല ഡിഫൈ പ്രോട്ടോകോൾസ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഹാക്ക് ആവുക, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിന് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻസ് ഉണ്ടാക്കുന്ന എററാണ്. സ്മാർട്ട് കോൺട്രാക്ട് എഴുതുമ്പോൾ ഉണ്ടാക്കുന്ന എറേഴ്സ് ആണ്. അപ്പൊ അതും ഒരു ഗ്രോയിങ് ഫീൽഡാണ്. ഏറ്റവും കൂടുതൽ വൾണറബിലിറ്റീസും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റിയൊരു ഏരിയയാണ് ക്രിപ്റ്റോ അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസ് എന്നൊക്കെ പറയുന്നത്. മാത്രമല്ല അതിന്റെ സ്റ്റേക്കും ഭയങ്കര വലുതാണ്. പൊതുവെ ഈ ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസുകളൊക്കെ മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഒക്കെ ആയിരിക്കും ലോക്ക്ഡൌൺ ആയിരിക്കുക. അപ്പോൾ ചെറിയ വൾണറബിലിറ്റീസ് കണ്ടുപിടിക്കാൻ പറ്റിയാൽ പോലും അതിന് വലിയ വലിയ ബൗണ്ടറീസ് ഒക്കെ കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണ്. അപ്പോൾ പല ഡിഫറെന്റ് ഫീൽഡ്സ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ജനറൽ ഇൻട്രസ്റ്റ് ഇൻ ടെക് എന്താണോ, ഫ്രണ്ട് ആണോ ബാക്ക് എൻഡ് ആണോ സെക്യൂരിറ്റി ആണോ, അത് ഡിറ്റർമൈൻ ചെയ്യുക, അതിലോട്ട് ഫോക്കസ് ചെയ്യുക. അതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ അങ്ങനെ ഒരു പാത്താണ് സ്വീകരിച്ചത്. ബാക്ക് എൻഡ് ഇഷ്ടപ്പെട്ടു, ബ്ലോക്ക് ചെയിന്റെ ബേസിക്സ് മനസ്സിലാക്കി, എന്നിട്ട് ബാക്ക് എൻഡിലോട്ട് തന്നെ കടന്നു. പക്ഷെ ഇതിനൊക്കെ ഏത് വെബ്3 കമ്പനി ഹയർ ചെയ്യുകയാണെങ്കിലും അവർ ബ്ലോക്ക് ചെയിനിലെ ബേസിക് നോളജ് നോക്കും, വെബ്3 ഇക്കോസിസ്റ്റത്തിനെ പറ്റിയുള്ള അറിവ് നോക്കും, പിന്നെ യൂസർ ആണോ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് എല്ലാ കമ്പനികൾക്കും. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ എന്താ നടക്കണേ, അല്ലെങ്കിൽ ഒരു വാലറ്റ് യൂസ് ചെയ്യാൻ അറിയോ, ഇതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കമ്പനി നിങ്ങൾ എടുക്കാൻ പോകുന്നത് ഒരു വെബ്3 സ്റ്റാർട്ടപ്പ്. അപ്പോൾ ബേസിക്കലി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു യൂസർ ആവാന്നുള്ളതാണ്. എനിക്കൊരു ഡൗട്ടല്ല, ജസ്റ്റ് ക്യൂരിയസ് ആണ്. ഇപ്പം നമ്മൾ നോർമലി ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും തമ്മിൽ കണക്ട് ചെയ്യുന്നത് APIs ആണ്. അത് നമ്മൾ നോർമലി കാണുന്ന ആ APIസിനെ കുറിച്ച് മെജോറിറ്റി ആൾക്കാർക്കും അറിയുകയും ചെയ്യാം. വെൻ ഇറ്റ് കംസ് ടു വെബ്3 അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ ആപ്ലിക്കേഷൻസ് ആയിട്ട് വരുമ്പോൾ ഈ ഫ്രണ്ട് എൻഡ് ആൻഡ് ബാക്ക് എൻഡ് ഇന്ററാക്ഷനിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ, അതോ നമ്മൾ നോർമലി കാണുന്നത് പോലെ തന്നെയാണോ? ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് ഇന്ററാക്ഷനിൽ ചേഞ്ച് ഉണ്ട്. പൊതുവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെർവേഴ്സ് ഹോസ്റ്റ് ചെയ്യുക, ഒരു സെൻട്രലൈസ്ഡ് ഇന്റർമീഡിയറ്റ്. ഇപ്പൊ ഫേസ്ബുക്ക് ആണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിന് സ്വന്തമായിട്ട് സെർവേഴ്സ് ഉണ്ട്. പക്ഷെ ഇവിടെ ബാക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിൻ ആണ്. നമ്മളൊരു ഡീസെൻട്രലൈസ്ഡ് നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. നമ്മള് വേറെ ഒരാളുടെ സെർവറിലേക്ക് ഒരു സെൻട്രലൈസ്ഡ് സെർവറിലേക്ക് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നില്ല. അപ്പൊ ഇതിനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്ക് ചെയിനിലുള്ള ഏതെങ്കിലും ഒരു നോഡായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യാം. അവിടെ നിന്ന് ഡാറ്റ എടുക്കാം, റൈറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആ നോഡിലോട്ട് ട്രാൻസാക്ഷൻസ് അയക്കാം. അപ്പോൾ നമ്മൾ ഡയറക്ട്ലി ഇന്ററാക്ട് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടേഴ്സിനോടാണ്, അല്ലാതെ ഒരു സെൻട്രലൈസ്ഡ് ഇന്റർമീഡിയറിയിൽ കൂടെ അല്ല നമ്മൾ പോകുന്നത്. അതാണ് ഏറ്റവും വലിയ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് വെബ്2ഉം വെബ്3യും തമ്മിലുള്ള. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് എൻഡ് ഓൺലി അപ്ലിക്കേഷൻസ് എക്സിസ്റ്റ് ചെയ്യാന്നുള്ള ഒരു സംഭവമുണ്ട്. സെർവർലെസ് ആയിട്ടുള്ള കംപ്ലീറ്റ് സെർവർലെസ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും വെബ്3യിൽ. മറ്റേത് ഇപ്പൊ ക്ലയന്റ് സൈഡ് മാത്രമായിട്ടുള്ള അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനത്ര ഒരു ഇന്റർ കണക്ടിവിറ്റി ഒന്നും ഉണ്ടാവില്ല പൊതുവെ. ഇപ്പോ സെർവർലെസ് അപ്ലിക്കേഷൻസും
പിന്നെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും ബിൽഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ബ്ലോക്ക് ചെയിൻ അല്ലെങ്കിൽ വെബ്3, വേറെ വെബ്3 റിലേറ്റഡ് നെറ്റ്വർക്ക്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, cool. ഞാൻ ജസ്റ്റ് ആ ഇൻട്രാക്ഷൻസ് എങ്ങനെ ആയിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്. ഇപ്പോൾ നമ്മൾ സംസാരിച്ച സമയത്ത് ഫ്രണ്ട് ആൻഡ് ബാക്ക് ആൻഡ് പല റോൾസിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ വെബ്3യിൽ ഒരാൾക്ക് ഒരു കരിയർ നോക്കണം എന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പം നമുക്കൊരു പ്രൊമിനന്റ് ജോബ് ബോർഡ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ലൈക്ക് എവിടെയെങ്കിലും വെബ്3 ഡെഡിക്കേറ്റഡ് ആയിട്ട് നോക്കാൻ? ജോബ് ബോർഡ്സ് സ്പെസിഫിക് ആയിട്ട് വെബ്3 ജോബ് ബോർഡ്സ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു പൊതുവേ ഒരു എളുപ്പവഴി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പൊതുവേ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കമ്പനി ഉണ്ടെന്ന് വിചാരിക്കുക. അവരുടെ കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ആക്റ്റീവ് ആവുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പത്തിൽ ഒരു ജോലി കിട്ടാൻ എനിക്ക് തോന്നുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ജനറലി വെബ്3 കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അങ്ങനത്തെ കമ്മ്യൂണിറ്റികളിൽ ആക്റ്റീവ് ആവുക. അപ്പൊ ഒരുവിധ ആൾക്കാരൊക്കെ എനിക്ക് തോന്നുന്നു ഹയർ ചെയ്യുന്ന അങ്ങനത്തെ കമ്മ്യൂണിറ്റികളിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സ് പ്രൊഡക്ട്സിൽ വർക്ക് ചെയ്ത ആൾക്കാരെയും അങ്ങനെയാണ് പൊതുവെ വെബ്3 ഹയറിങ് വരുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ്. അതിന് കാരണം മെയിൻ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ വെബ്3യിലുള്ള ഒരുവിധം പ്രോട്ടോകോൾസോ സംഭവങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി ഓപ്പൺ സോഴ്സ് ആയിരിക്കും. ഒരു ഈത്തോസ് പാലിക്കുന്ന കാരണം ഓപ്പൺ സോഴ്സ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ആർക്കും വെറുതെ കയറി ചെന്ന് ഒരു പുൾ റിക്വസ്റ്റ് ഇടുക അല്ലെങ്കിൽ ഒരു ഫീച്ചർ ആഡ് ചെയ്യുക അതൊക്കെ പോസിബിൾ ആണ്. അപ്പൊ നമ്മുടെ വർക്ക് ഷോക്കേസ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ് ബാക്കിയുള്ള ഇൻഡസ്ട്രികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ പ്രൂഫ് ഓഫ് വർക്ക് കാണിക്കാനായിട്ട് വെച്ചാൽ നമ്മൾ ഗിറ്റബ് പ്രൊഫൈലോ അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തൊരു സ്മാർട്ട് കോൺട്രാക്റ്റോ അതിന്റെ ഓൺ ചെയ്യാനായിട്ടുള്ള ലിങ്കോ ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്. ജോബ് ബോർഡ്സ് സ്പെസിഫിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പേരെടുത്ത് പറയാൻ അറിയില്ല. പക്ഷെ ഇഷ്ടംപോലെ ജോബ് ബോർഡ്സ് ഉണ്ട് ജസ്റ്റ് നോക്കാനായിട്ട്. പക്ഷെ ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റികളിൽ ആക്റ്റീവ് ആവുക എന്നുള്ളത്. അങ്ങനെ കടന്നു വന്നിട്ടുള്ള കുറെ പേരെ എനിക്കറിയാം. ഇപ്പൊ എന്റെ കമ്പനിയിൽ തന്നെ കമ്മ്യൂണിറ്റിയിൽ ആക്റ്റീവ് ആയ പലരെയുമാണ് പിന്നീട് ഹയർ ചെയ്തിട്ടുള്ളത്. കാരണം കമ്പനിയൊക്കെ അകത്തുള്ള ആൾക്കാരെയും അറിയാം, അവർക്ക് പരിചയമുണ്ട്, പിന്നെ അവരുടെ കഴിവ് നമുക്കും അറിയാം. അപ്പൊ നമ്മൾ ഹയർ ചെയ്യുമ്പോൾ പൊതുവെ ഇന്നർ സർക്കിളിൽ ആരെങ്കിലും ഉണ്ടോ അവരെ ഹയർ ചെയ്യാം ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തോട്ട് നോക്കുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റികളിൽ ആക്റ്റീവ് ആവുക, കോൺട്രിബ്യൂട്ട് ചെയ്യുക, ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളുടെ റെപ്പോസിറ്ററികളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക, അതായിരിക്കും ഏറ്റവും എളുപ്പമുള്ള വഴി. ഇപ്പം നീ റിമോട്ട്ലി വർക്ക് ചെയ്യുന്നു, നീ നിന്റെ കമ്പനിയായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് മേ ബി കോൺഫറൻസുകൾക്ക് പോകുമ്പോഴും ഒക്കെ ആയിരിക്കും. അപ്പം ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്, നീ ട്രാവൽ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പൊതുവേ ഈ കോൺഫറൻസിനൊക്കെ പോയിട്ട് നീ അവിടെ അതാത് സ്ഥലങ്ങളിൽ താമസിച്ച് കുറച്ചുകൾ വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു റിമോട്ട് വർക്ക് കൾച്ചറും കംപ്ലീറ്റ്ലി ഒരു ഡിജിറ്റൽ നൊമാഡ് അല്ലെങ്കിലും പാർഷ്യലി ഒരു ഡിജിറ്റൽ നൊമാഡിക് ആയിട്ടുള്ള ഒരു ലൈഫും എങ്ങനെയാണ് നീ ആ വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ടുപോകുന്നത് അങ്ങനത്തെ ഒരു കേസിൽ? അത് ആ സമയത്ത് ഇപ്പൊ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് എന്റെ റോള് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. ഞാൻ ടെക് സപ്പോർട്ടായിട്ട് ജോയിൻ ചെയ്തത്. ഈ ടെക് സപ്പോർട്ട് ആൻഡ് ഡെവലപ്പർ സക്സസ് എന്നുള്ള റോളിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലി കുറെ കൂടി എസിങ്ക് ആയിരുന്നു. കാരണം കൂടുതലും നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക, ഡെവലപ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് കോഡ് കറക്ഷൻസോ അല്ലെങ്കിൽ അവരുടെ ഇഷ്യൂസ് ഡീബഗ് ചെയ്യുക എന്നുള്ളതായിരുന്നു എന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ജോബ് എന്ന് പറയുന്നത്. അപ്പൊ കൂടുതലും ഒരു അഡ്വൈസസ് കൊടുക്കുക അങ്ങനത്തെ ഒരു പൊസിഷൻ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അങ്ങനെ ഒരു ഡിജിറ്റൽ നൊമാഡ് ലൈഫ് ചെയ്യാന്നുള്ളതൊക്കെ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തുടക്കത്തിലെ റോൾ എന്ന് പറഞ്ഞാൽ അതിന് കുറെ ഹെൽപ്പ് ചെയ്തു. കാരണം ഇപ്പൊ ഹാക്കത്തോൺസ് വരികയാണെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കമ്പനി നമ്മളെ പല സ്ഥലങ്ങളിലേക്ക് വിടും. പല ഹാക്കത്തോൺസ് നടക്കുന്ന സ്ഥലത്തേക്ക് ടെക് സപ്പോർട്ട് എഞ്ചിനീയറും ഡെവലപ്പർ സക്സസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വിടുമായിരുന്നു. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റി കിട്ടി. പിന്നെ വേറെ ആർക്കെങ്കിലും പോകാൻ താല്പര്യമെങ്കിൽ ചാടിക്കറി പോവുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കാരണം അവരൊക്കെ കുറെ ട്രാവൽ ചെയ്തിട്ടുള്ള ആൾക്കാരല്ലേ. പിന്നെ നമ്മളിപ്പോ ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ട്രാവൽ ചെയ്യാനായിട്ട്. അപ്പൊ ആ റോള് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ഒന്നാമത്തെ കാര്യം ട്രാവൽ ചെയ്യാനായിട്ടും പിന്നെ കയ്യിൽ നിന്ന് പൈസ ആവാതെ ട്രാവൽ ചെയ്യാനായിട്ടും ഒക്കെ കുറച്ച് ഹെൽപ്പ് ചെയ്തു. അപ്പോ അതിൽ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഇഷ്ടംപോലെ കാഫേസും നമ്മുടെ നാട്ടിലേക്കാളും കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് കുറച്ച് കഫേ കൾച്ചർ ഒക്കെ ഭയങ്കര കൂടുതലാണല്ലോ. പിന്നെ കോവർക്കിംഗ് സ്പേസും ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അപ്പൊ എൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ ഒരു ഫിക്സഡ് ടൈം എടുത്ത് ഇത്ര സമയം ഭയങ്കര ഒരു 3 hours 4 hours ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സമയം ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഇത്തിരി ഡിസ്ട്രാക്റ്റഡ് ആയി പുറത്തേക്ക് ഇറങ്ങുക,
ഒന്ന് കറങ്ങി വരിക അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ രാത്രി തിരിച്ച് റൂമിലെത്തുമ്പോൾ കുറച്ച് വർക്ക് ചെയ്യുക, ഒരു 3 ഹവേഴ്സ് ഫോക്കസ്ഡ്. അപ്പൊ വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ചിലപ്പോ ഒരു 9 ഹവേഴ്സ് കിട്ടുന്നുണ്ടെങ്കിൽ കൂടി നമ്മള് ആക്ച്വൽ വർക്ക് ചെയ്യുന്നത് ചിലപ്പോ ഒരു 4 ഹവേഴ്സ് ഒക്കെ അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ഒരു വർക്ക് തന്നെ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോ മെയിൻ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള അൺഇന്ററപ്റ്റഡ് ആയിട്ടുള്ള ഒരു ലോങ് ഹവേഴ്സ് കിട്ടുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഏതൊരു വർക്കിന്റെയും ഒരു സീക്രട്ട് എന്ന് പറയുന്നത്. അപ്പോ ഡിജിറ്റൽ നൊമാഡ് ലൈഫിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ കോൺസെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഇപ്പൊ കഫേസ് ആണെങ്കിലും ഇങ്ങനെ നമുക്കൊരു ഒരു വീട് പോലൊരു പ്ലേസ് ഇല്ലല്ലോ, അതിന്റെ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അപ്പോ എനിക്ക് ഇഷ്ടമായിരുന്നു ആ സംഭവം. പിന്നെ എനിക്കിപ്പോ ഞാനിപ്പോ റോള് ചേഞ്ച് ചെയ്ത സമയത്ത് ഞാൻ കുറച്ചും കൂടി ഡെവലപ്പർ, കുറച്ചും കൂടി എന്താ പറയാ ഡീപ് ബാക്ക് എഞ്ചിനീയറിംഗ് റോൾസ്. അപ്പൊ എനിക്ക് കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ടുള്ള ടൈം ആണെന്ന് തോന്നി. അപ്പൊ പിന്നെ അതെനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജോബാ. അപ്പൊ ഞാൻ കുറച്ചും കൂടി എന്താ പറയാ ഒരു ഒരു സ്ഥലം വേണം, അവിടെ ഒരു വർക്ക് സ്പേസ് വേണം, ഒരു വലിയ മോണിറ്റർ വേണം, അങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെ ആയി ഇപ്പൊ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ച് ഡിഫറെന്റ് ആയി. ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി റിലാക്സ്ഡ് ആവണം, ഇങ്ങനെ സ്ട്രെസ് ഔട്ട് ചെയ്ത് ട്രാവൽ ചെയ്യരുത്, അങ്ങനെ ഒരു മൈൻഡ് ഒക്കെ ആയി. പക്ഷെ ഞാൻ ശരിക്കും എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സംഭവം വെച്ചാൽ നമ്മുടെ ഏർലി സ്റ്റേജ് ഓഫ് കരിയറിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. റിമോട്ട് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ട്രാവൽ ചെയ്യുക. ട്രാവൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കയ്യിൽ നിന്ന് കുറെ പൈസ പോകുന്നുണ്ടെങ്കിൽ പോലും എക്സ്പീരിയൻസുകൾ ഭയങ്കര ഭയങ്കര എൻലൈറ്റനിങ്. കാരണം ഇപ്പോ ഒരു 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 ഇന്റർനാഷണൽ ട്രിപ്പ് നമ്മൾ സ്വയം പ്ലാൻ ചെയ്ത് പോയി വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു സംഭവം ഒന്നല്ല. അത് ആക്ച്വലി ഒരു വലിയൊരു ഓർഗനൈസേഷണൽ ചാലഞ്ച്, ഒരു ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര, എനിക്ക് തോന്നുന്നു ഭയങ്കര ഭയങ്കര ഇൻഡിപെൻഡന്റ്, ഭയങ്കര സ്ട്രോങ് ആക്കും നമ്മളെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പൊ ഞാനായതും ഇനി ഇപ്പൊ കുറച്ച് വർക്ക് എടുത്ത് കുറച്ച് ഡീപ്പായിട്ടുള്ള വർക്ക് എടുത്ത് പതുക്കെ ഒന്നുകൂടി ട്രാവൽ ചെയ്ത് തുടങ്ങിയാലോ എന്നുള്ളൊരു മൈൻഡൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. കാരണം അത് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം തന്നെ ഡിജിറ്റൽ നൊമാഡ് ലൈഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്ക് ഏത് സ്ഥലമാണ് ഓർമ്മയില്ല. ഇപ്പം നിന്റെ സ്റ്റോറീസിൽ നീ ഇടയ്ക്ക് മെൻഷൻ ചെയ്യാറുണ്ട്, അതായത് ഇപ്പം നീ കഫേസിൽ അല്ലെങ്കിൽ കോവർക്കിംഗ് സ്പേസിൽ പോയി വർക്ക് ചെയ്യുമ്പോൾ സിമിലർലി വർക്ക് ചെയ്യുന്ന ആൾക്കാരെ മീറ്റ് ചെയ്യുന്നതും അവരുമായിട്ടുള്ള എക്സ്പീരിയൻസസും നീ ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ജസ്റ്റ് ക്യൂരിയസ് ആയിട്ട് ചോദിക്കുകയാണ്, നമ്മൾ പറയുന്ന ഒരു വർക്ക് കൾച്ചറും ഈ പല സ്ഥലങ്ങളിൽ പോയിട്ട് കാണുമ്പോൾ ഉള്ള വർക്ക് കൾച്ചറും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്തായിരിക്കും? നീ കുറച്ചുകൂടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളാണ് കൂടുതൽ ട്രാവൽ ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഞാൻ കണ്ടിട്ടുള്ളത്, എനിക്ക് ഓർമ്മയുള്ളത് അതാണ്. അപ്പോ ആ ഒരു വർക്ക് കൾച്ചറും സംഭവങ്ങളും എങ്ങനെയാണ്? ഭയങ്കര ഡിഫറെന്റ്. അപ്പൊ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ പൊതുവെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെയൊക്കെ നമ്മുടെ പോലെ തന്നെയാണ് വർക്ക് കൾച്ചർ വരുന്നത്. കുറച്ച് ഹെക്ടിക്, കുറച്ച് അങ്ങനത്തെ ഒരു വർക്ക് കൾച്ചറാണ്. പക്ഷെ അവിടെയും ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമോട്ട് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പൊ കോവർക്കിംഗ് സ്പേസുകളിലാണെന്നുണ്ടെങ്കിൽ അവരുടെ ചെറിയ സ്റ്റാർട്ടപ്പിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ്. അപ്പൊ അവിടെയൊക്കെ ഞാൻ പൊതുവേ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി മോഡേൺ വർക്ക് കൾച്ചറുള്ള സ്റ്റാർട്ടപ്പുകളും അങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ, ഇപ്പോ അല്ലെങ്കിൽ ഡിജിറ്റൽ നൊമാഡ്സ് ആയിട്ടുള്ള ആൾക്കാർ, അവരൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അവരിൽ നിന്നൊക്കെയാണ് ഞാൻ കുറെയൊക്കെ ഈ ഇങ്ങനെ വർക്ക് ചെയ്യണമെന്ന് പഠിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് എൻ്റെ അടുത്ത്, ഞാൻ ഫസ്റ്റ് മീറ്റ് ചെയ്തൊരു ഒരു ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു ഓസ്ട്രേലിയക്കാരൻ, ഒരു പുള്ളിക്കാരനുണ്ട്. അപ്പൊ ആളാണ് ഇത് പറഞ്ഞത്, ഇങ്ങനെ കറക്റ്റ് മോർണിംഗിൽ ഒരു 3 ഹവേഴ്സ് സ്ലോട്ട് കിട്ടി മേജർ വർക്ക്സ് ഒക്കെ അവിടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ഷാലോ ആയിട്ട് വർക്ക് ചെയ്താലും കുഴപ്പമില്ല, അത്യാവശ്യം എൻജോയ് ചെയ്ത് വർക്ക് ചെയ്താലും കുഴപ്പമില്ല. അപ്പൊ ഞാൻ അതേപോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും പിന്നെ ഓരോരുത്തർ സംസാരിക്കുമ്പോഴും പല പല ഐഡിയാസാണ് കിട്ടുന്നത്. ഇപ്പൊ നമ്മുടെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ അല്ലാതെ ഡിഫറെന്റ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും അവർക്കും ഡിഫറെന്റ് പെർസ്പെക്ടീവ്സ് ഉണ്ടാവും പല സംഭവങ്ങളിലും. അപ്പോ ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ കംഫർട്ട് സോണിന് പുറത്തു പോവുക. ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. ഇപ്പോഴും ഇൻട്രോവേർട്ടഡ് തന്നെയാണ്. പക്ഷെ ഞാൻ ഒന്നുകൂടി കംഫർട്ട് സോണിന് പുറത്ത് പോകാൻ വേണ്ടി മാത്രമാണ് പല സംഭവങ്ങളും അങ്ങനെ ചെയ്തത്. ഇപ്പോ ഒരു വർക്കിംഗ് സ്പേസിൽ ഇരിക്കുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള ആളുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് സംസാരിച്ച് തുടങ്ങുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ തുടങ്ങി. അപ്പൊ അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ സ്റ്റോറി ഉണ്ട്. അപ്പൊ ഓരോ സ്റ്റോറിയിൽ നമുക്ക് വേണ്ട പല സംഭവങ്ങളും നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പൊ ഓരോരുത്തരടുത്ത് സംസാരിക്കുമ്പോൾ അവരുടെ വർക്കിംഗ് സ്റ്റൈലും പിന്നെ അവരുടെ ട്രാവൽ സ്റ്റൈലും അതൊക്കെ അതിൽ നിന്നൊക്കെ കുറെ കാര്യങ്ങൾ പഠിക്കും. പിന്നെ അവരുടെ രാജ്യത്തെ ഓരോ സംഭവങ്ങളും. അപ്പോ വേറെ ആൾക്കാരുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്യുക എന്നുള്ളത്, ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. കാരണം സോഷ്യലൈസിങ് തീരെ ഉണ്ടാവില്ലല്ലോ, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഡിപ്രഷൻ അടിക്കും അല്ലെങ്കിൽ. അപ്പൊ പതുക്കെ ഞാൻ ആൾക്കാരുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങിയത് അങ്ങനത്തെ അവസരങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടും പിന്നെ
ഇതേപോലത്തെ അനുഭവങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടും തന്നെ. ഇപ്പം നീ ട്രാവൽ ചെയ്തിട്ടുള്ളത് കുറെ കൂടി ഹാക്കത്തോൺസിന് വേണ്ടിയിട്ടും കമ്പനിയെ റെപ്രസെന്റ് ചെയ്തിട്ടുമാണെന്ന് നീ പറഞ്ഞിട്ടുണ്ട്. സോ ഹൗ മച്ച് ആർ ഹാക്കത്തോൺസ് ഇമ്പോർട്ടൻറ്റ് ഫോർ യു? നീ എത്രത്തോളം ഹാക്കത്തോൺസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്? ഇപ്പം ഈവൻ വർക്കിന് കയറിയിട്ടാണെങ്കിലും യു ഹാവ് ബീൻ പാർട്ട് ഓഫ് സെവറൽ ഹാക്കത്തോൺസ്. ആൻഡ് ഞാൻ പല ആൾക്കാരുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുന്ന സാധനമാണ്, നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും പെട്ടെന്ന് കുറേ സാധനങ്ങൾ പഠിക്കാൻ പറ്റുന്ന ഹാക്കത്തോണാണ്. 24 മണിക്കൂർ പഠിക്കുന്ന സാധനം നിങ്ങൾ മാസങ്ങളെടുത്താലും ചിലപ്പോൾ പഠിക്കില്ല എന്നുള്ളത്. അപ്പോൾ വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ് വിത്ത് ഹാക്കത്തോൺസ്? ആൻഡ് ഇപ്പോൾ പൊതുവേ നമുക്കിപ്പം വെബ്3 അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു സ്പേസിൽ കുറച്ചുകൂടെ നല്ല ഹാക്കത്തോൺസ്, ഹാപ്പനിങ് ആയിട്ടുള്ള ഹാക്കത്തോൺസ് ഒക്കെ അറിയാൻ എന്താണ് ഒരു മാർഗം? എന്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹാക്കത്തോൺസ്, ഇപ്പൊ ഞാൻ പഠിച്ച ഓരോ ടെക്നോളജിയും ഇങ്ങനെ ട്രേസ് ബാക്ക് ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ എല്ലാം ഒരു ഹാക്കത്തോണിൽ നിന്നായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവും മിക്കവാറും. അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പൊ റിയാക്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് അറിയാം, ചെയ്ത് നോക്കി. പക്ഷെ ആക്ച്വൽ ലേണിംഗ് നടന്ന ഏതെങ്കിലും ഹാക്കത്തോണിലായിരിക്കും. ആ ഒരു 24 hours പലതും പഠിച്ചു, അതും ചെയ്തു, മൊത്തത്തിൽ ഒരു ഐഡിയ ഉണ്ടാക്കി. പിന്നെ അടുത്ത പ്രാവശ്യം ബിൽഡ് ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലാഷ് ലൈറ്റ് പോലെ ഹാക്കത്തോണിൽ ചെയ്ത് ഇതറിയാം, അങ്ങനെ ഒരു ഇതിൽ കിട്ടുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഹാക്കത്തോൺസ് എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഹാക്കത്തോൺസ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇത്രയും സംഭവങ്ങൾ ട്രൈ ചെയ്യൂല. ചിലപ്പോൾ ബ്ലോക്സിങ് തന്നെ ചിലപ്പോൾ പഠിച്ചു എന്നൊന്നും വരില്ല ഡീപ്പായിട്ട്. അപ്പൊ ഞാനായാലും ഇപ്പോൾ വെബ്3 ഡീപ്പായിട്ട് എൻ്റർ ചെയ്യുന്നത് പറയുന്നത് ഏതെങ്കിലും ഒരു ഹാക്കത്തോൺ. ഞാൻ 1-2 ഹാക്കത്തോണിൽ പോയിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഹാക്കത്തോണിലായിരിക്കും ഞാൻ സോളിഡിറ്റി ഒക്കെ പഠിച്ച് ഒന്നുകൂടി ഡീപ്പായിട്ട് ഇറങ്ങിയത്. നമ്മൾ ഈ സർഫസ് ലെവലിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒന്നും ഉണ്ടാക്കാനും പോകുന്നില്ല, ബിൽഡ് ചെയ്യാനും പോകുന്നില്ല. അപ്പോൾ ഒരു ഡീപ്പായിട്ടുള്ള നോളജിന് ഒരു തുടക്കം ഇടുക എന്ന് പറയുന്നതിന് ഏറ്റവും എളുപ്പമുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ ഹാക്കത്തോൺസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്കറിയുന്ന കുറെ പേരാണെങ്കിലും ഒരു ഹാക്കത്തോണിൽ പോയി അങ്ങനെ ഇൻട്രസ്റ്റ് കയറി അങ്ങനെ പഠിച്ച് വന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ അടുത്തും എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ഏതെങ്കിലും ഹാക്കത്തോൺസ് നടക്കുന്നുണ്ടോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഒരു പ്രൈസ് അടിച്ചില്ലെങ്കിലും അവിടെ നിന്ന് കിട്ടുന്ന ലേണിങ്സ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയിരിക്കും നിങ്ങളുടെ കരിയറിലും ലൈഫിലും ഒക്കെ ചിലപ്പോൾ. പിന്നെ വെബ്3 സ്പെസിഫിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ വെബ്3 ഇഷ്ടംപോലെ ഹാക്കത്തോൺസ് ഉണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം ഭയങ്കര ഏർലി സ്റ്റേജസ് ആണ്, കുറെ ഇൻവെസ്റ്റർ മണി വെറുതെ കിടന്ന് ഒഴുകുന്നുണ്ട്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം കമ്പനീസ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി ഡെവലപ്പേഴ്സിനെ ഭയങ്കരമായിട്ട് അഡ്വർടൈസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു വഴി എന്ന് പറയുന്നത് ഹാക്കത്തോൺസ് ആണ്. അപ്പോൾ ഒരുവിധം സ്റ്റാർട്ടപ്സും എല്ലാവരും ഈ ഹാക്കത്തോൺസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അവരുടെ പ്രൊഡക്റ്റ്, അവരുടെ ഡെവലപ്പർ ടൂളിങ്ങോ അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക ഡെവലപ്പേഴ്സ്, അത് ഉപയോഗിച്ച് ബിൽഡ് ചെയ്യുക, അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻ ജനറൽ എനിക്ക് തോന്നിയിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാക്കത്തോൺസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി വെബ്3 കുറച്ചും കൂടി അധികമാണ്. കാരണം വെബ്3 ഒരുവിധം എല്ലാം ഒരു പ്രോട്ടോകോൾ ആയിട്ടാണ് ബിൽഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ഓൾമോസ്റ്റ് എവറിത്തിങ് ഇൻ വെബ്3 ഈസ് ലൈക്ക് പീപ്പിൾ ക്യാൻ ബിൽഡ് ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. അല്ലാതെ ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ആയിട്ടല്ല, ഒരു ഇക്കോസിസ്റ്റം ഉണ്ടാക്കാനാണ് ഒരുവിധ ആൾക്കാരൊക്കെ നോക്കുന്നത്. അപ്പോൾ അവർക്ക് ഡെവലപ്പേഴ്സിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഒരുവിധം എല്ലാ വെബ്3 ഹാക്കത്തോൺസിലും ഇഷ്ടംപോലെ കമ്പനീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യും, ഇഷ്ടംപോലെ ബൗണ്ടീസ് ഉണ്ടായിരിക്കും. നോർമലി നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഹാക്കത്തോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഗ്രാൻഡ് പ്രൈസ് ഒക്കെ ആയിരിക്കും. സ്പോൺസർ പ്രൈസസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുറവായിരിക്കും. ഈ വെബ്3 ഹാക്കത്തോൺസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100 സ്പോൺസേഴ്സ് ഉണ്ടെങ്കിൽ 100 സ്പോൺസേഴ്സിനും ബൗണ്ടീസ് ഉണ്ടാവും. പിന്നെ മെയിൻ പ്രൈസ് വേറെ ഉണ്ടാവും. അപ്പോൾ ശരിക്കും എയിം ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഹാക്കത്തോൺ, ശരിക്കും പ്രൈസ് അടിക്കാം എന്ന് പറഞ്ഞ് പോകാൻ പറ്റുന്ന ഹാക്കത്തോൺസ് ആണ് വെബ്3 ഹാക്കത്തോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹാക്കത്തോൺസ് ഫൈൻഡ് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. എന്ന് വെച്ചാൽ ഒരുവിധം ഹാക്കത്തോൺസ് ഒക്കെ ഭയങ്കര അഡ്വർടൈസ് ആണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു വെബ്3 കമ്മ്യൂണിറ്റിയിലൊക്കെ ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഒരുവിധം എങ്ങനെയെങ്കിലും ഒക്കെ അറിയും നമ്മൾ ഹാക്കത്തോൺസിനെ പറ്റി. പിന്നെ ഇപ്പോൾ ഡെവ്ഫോളിയോയിലൊക്കെ ഇഷ്ടംപോലെ വെബ്3 ഹാക്കത്തോൺസ് വരും ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഭയങ്കര പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഹാക്കത്തോണാണ് വെബ്3 ഈറ്റ് ഗ്ലോബൽ ഹാക്കത്തോൺസ് എന്ന് പറയുന്നത്. ഗ്ലോബൽ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ലോകത്തെ എല്ലായിടത്തും ഒരു കൊല്ലത്തിൽ അവർ 7-8 ഹാക്കത്തോൺസ് നടത്തും, ഓഫ്ലൈൻ ഹാക്കത്തോൺസ്. പിന്നെ ഓൺലൈൻ അവരല്ലേ ഈത്ത് ഇന്ത്യ നടത്തുന്നത്? അതെ, അവരും ഡെവ്ഫോളിയും ചേർന്നാണ് ഈത്ത് നടത്തിയത്. അപ്പോ അങ്ങനെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഹാക്കത്തോൺസും അതിനും ബാരിയർ ഓഫ് എൻട്രി ഒക്കെ ഭയങ്കര കുറവാണ്. എന്ന് വെച്ചാൽ നോർമൽ കോളേജ് സ്റ്റുഡൻസിന് പോലും എളുപ്പത്തിൽ അപ്ലൈ ചെയ്ത് എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന ഹാക്കത്തോൺസ് തന്നെയല്ല. അപ്പോ അത് അങ്ങനത്തെ ഹാക്കത്തോൺസിന് പോവാം. അല്ലെങ്കിൽ ഇപ്പൊ ഡെവ്ഫോളിയോ ഒക്കെ മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വെബ്3 ഹാക്കത്തോൺസ് ചിലപ്പോൾ എല്ലാ ആഴ്ചയും ഉണ്ടാവും, ചിലപ്പോൾ ഓൺലൈൻ ഹാക്കത്തോൺസ് ഒക്കെ.
പിന്നെ ഓരോ കമ്പനീസ് അവർ സ്പെസിഫിക് ആയിട്ട് ഹാക്കത്തോൺസ് നടത്തും. അപ്പോൾ ഹാക്കത്തോൺസ് ഫൈൻഡ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റീസിൽ ആക്റ്റീവ് ആയില്ലെങ്കിലും ജസ്റ്റ് കമ്മ്യൂണിറ്റികളിൽ ഇപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിലോ ഡിസ്കോഡ് ചാനലിലോ ജസ്റ്റ് ജോയിൻ ചെയ്തിടുക എന്നുള്ളതാണ്. എന്നിട്ട് ജസ്റ്റ് വരുന്ന പോസ്റ്റുകളൊക്കെ മോണിറ്റർ ചെയ്താൽ തന്നെ ഹാക്കത്തോൺസ് ഫൈൻഡ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഗുഡ്. ഒരു കാര്യം കൂടി, ഇപ്പോൾ നീ നേരത്തെ സംസാരിച്ച സമയത്ത് ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടുണ്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗുഡ് മെൻറ്റേഴ്സ് എന്നുള്ളത്. ഇപ്പോൾ നീ എക്സ്പീരിയൻസ് പറഞ്ഞ സമയത്ത് പറഞ്ഞു സീനിയേഴ്സാണ് ഒരുപാട് കാര്യങ്ങളിലേക്ക് എക്സ്പോഷർ എന്നുള്ളത്. ആ ഒരു പോയിന്റിനെ കുറിച്ച് എന്താണ് പറയേണ്ടത്? കാരണം ഇപ്പം ഫൈൻഡിങ് എ ഗുഡ് മെൻറ്റർ ഇസ് നോട്ട് എൻ ഈസി തിങ്. അപ്പോൾ എന്തായിരിക്കും നീ ഒരു മെൻറ്ററിൽ ലുക്ക് ഫോർവേഡ് ചെയ്യുന്ന സാധനങ്ങൾ? നല്ല മെൻറ്റേഴ്സിനെ കണ്ടുപിടിക്കാൻ നീ എടുത്തിട്ടുള്ള മാർഗങ്ങൾ എന്തൊക്കെയായിരിക്കും? എനിക്ക് അങ്ങനെ തേടി പോകേണ്ടി വന്നിട്ടില്ല. അത് ഭയങ്കര ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാൻ എവിടെ ചെല്ലുന്നോ അവിടെ എനിക്ക് നല്ല മെന്റേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കോളേജിലാണെങ്കിൽ കൂടി അവിടെ സീനിയേഴ്സ് ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. തുടക്കത്തിൽ എല്ലാവരും പ്രോഗ്രാമിങ്ങിലൊക്കെ ഇപ്പൊ എല്ലാവരും ഡിഫറെന്റ് ആയിരുന്നല്ലോ. പലരും ബയോളജി അതൊക്കെ പഠിച്ചു വരുന്നവരുണ്ടാവും. ഞാനും ബയോളജി പഠിച്ചത് പ്ലസ് ടുല്. പക്ഷെ എനിക്ക് കുറച്ചും കൂടി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു കമ്പ്യൂട്ടർ സയൻസിൽ. അപ്പോൾ തുടക്കത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എക്സ്പോസ് ചെയ്തതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സീനിയേഴ്സ് ആണ്. ഓരോ വർക്ക്ഷോപ്സ് നടത്തി, പിന്നെ എന്ത് ഡൗട്ട് ചോദിച്ചാലും പറഞ്ഞുതരിക. അങ്ങനത്തെ ഒരു ഏർലി സ്റ്റേജിൽ തന്നെ ഭയങ്കര മെന്റർഷിപ്പ് കിട്ടിയിട്ടുണ്ട് പല സീനിയേഴ്സിന്റെ അടുത്തുനിന്നും. ഇപ്പൊ നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഇപ്പൊ തുടക്കത്തിലൊക്കെ ഞാൻ പൈത്തണൊക്കെ ആദ്യമായിട്ട് പഠിച്ചത്. പൈത്തണൊക്കെ പഠിച്ച സമയത്ത് നമുക്ക് ആകെ ഡൗട്ടായിരുന്നു. ഇതിപ്പോ ഹലോണ്ട് അടിച്ചു കഴിഞ്ഞാൽ കൺസോളിൽ വരും. ശരിക്കും ഇങ്ങനെ ഡെസ്ക്ടോപ്പിലൊക്കെ ആപ്ലിക്കേഷൻ ഉണ്ടാക്കണമെങ്കിൽ എന്താ ചെയ്യുക, അല്ലെങ്കിൽ കാണുന്ന പോലത്തെ ആപ്ലിക്കേഷൻ ഉണ്ടാക്കണമെങ്കിൽ എന്താ ചെയ്യാന്നുള്ളൊരു ഡൗട്ടായി. അപ്പോഴൊക്കെ നമ്മൾ ചോദിച്ചത് സീനിയർമാരുടെ അടുത്താ. ആ സമയത്ത് പറഞ്ഞുതരാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ പല ഇന്റേൺഷിപ്സും ചെയ്തിരുന്നു. അവിടെയൊക്കെ എനിക്ക് ഉണ്ടായിരുന്ന സീനിയേഴ്സോ അല്ലെങ്കിൽ ആൾക്കാരെന്ന് പറയുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു എല്ലാവരും. അപ്പോ അതാണ് എനിക്ക് മെന്റർഷിപ്പ് ആയിട്ടുള്ള സംഭവം, മെന്റർഷിപ്പിന്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് തോന്നിയത്. ഇപ്പൊ മെന്റേഴ്സിന്റെ കേസ് പറഞ്ഞു, ആൻഡ് യു ഹാവ് ബീൻ ക്യൂരിയസ് ത്രൂ ഔട്ട് യുവർ കോളേജ് ലൈഫ്. ഇപ്പോഴും ആ ക്യൂരിയോസിറ്റി എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് Web3യിലേക്കും ബ്ലോക്ക് ചെയിനിലും ഒക്കെ ലീഡ് ചെയ്തിട്ടുണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു കോളേജ് സെൽഫിലുള്ള അല്ലെങ്കിൽ കോളേജിൽ ഇപ്പോഴുള്ള സ്റ്റുഡൻസിനോട് ഈ ക്യൂരിയോസിറ്റി ഇൻ ലേണിംഗ് തിങ്സ്, അതുപോലെ തന്നെ പല ആൾക്കാരും ഇപ്പോൾ മൾട്ടിപ്പിൾ കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുന്ന സമയത്ത്, ഞാൻ കോളേജിനെ ത്രാഷ് ചെയ്യുന്നതല്ല, പലപ്പോഴും ഫാക്കൽറ്റീസ് എപ്പോഴും പറയുന്നത് എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കുക, നിങ്ങൾ എന്തിനാണ് ഈ പോകുന്നത് എന്നൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും പല ഫാക്കൽറ്റീസിനും. പക്ഷേ എന്നാൽ നമ്മുടെ സീനിയേഴ്സോ അല്ലെങ്കിൽ ചിലപ്പോൾ കമ്മ്യൂണിറ്റീസിലുള്ള ആൾക്കാരൊക്കെ ട്രൈ ഔട്ട് ചെയ്യുക, നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ഫിഗർ ഔട്ട് ചെയ്യാൻ ട്രൈ ഔട്ട് ചെയ്താലേ പറ്റുള്ളൂ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഈ ക്യൂരിയോസിറ്റി ആൻഡ് ട്രൈയിങ് മൾട്ടിപ്പിൾ തിങ്സ്, ചിലപ്പോൾ കുറേ നാൾ ട്രൈ ഔട്ട് ചെയ്തിട്ടായിരിക്കും ഒരു സാധനം കിട്ടുന്നുണ്ടാവുക നമുക്ക്. അതുവരെ നമ്മൾ നോക്കുമ്പോൾ ഒന്നും വർക്കൗട്ട് ആകുന്നുണ്ടാവില്ല. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ കൂടെ പോകുന്ന സ്റ്റുഡൻസിനോട് എന്താണ് എനിക്ക് പറയാനുള്ളത്? എനിക്ക് പേഴ്സണലി എന്റെ എക്സ്പീരിയൻസ് ചെയ്യാനാണെങ്കിൽ ഞാൻ ക്യൂരിയസ് ആയിട്ട് നിന്നതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡിലോട്ട് എത്തിപ്പെടാൻ പറ്റിയത്. ഞാൻ ട്രൈ ഔട്ട് ചെയ്തുള്ള സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സംഭവം എടുത്ത് ട്രൈ ഔട്ട് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ഷൻ പതുക്കെ കിട്ടി തുടങ്ങും. ഇപ്പൊ തുടക്കത്തിൽ ഞാൻ റിയാക്ട് പഠിച്ചു, പിന്നെ ഭയങ്കര ഫ്രണ്ട് ആൻഡ് ഫോക്കസ്ഡ് ആയിട്ട് ഇപ്പൊ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പഠിച്ചു. പിന്നെ പതുക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങി വെറുതെ ഒരു ബട്ടന്റെ കളർ മാറ്റുക അല്ലെങ്കിൽ നീക്കി വെക്കുക അത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് മനസ്സിലായി. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടാവും ഇഷ്ടം പോലെ. അപ്പൊ എനിക്ക് കുറച്ചും കൂടി എന്താ പറയാ, കുറച്ചും കൂടി ലോജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി ബാക്ക് ആൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളെ ഇഷ്ടമുള്ളതെന്ന് പതുക്കെ ഞാൻ മനസ്സിലാക്കി വന്നു. അപ്പോ നമ്മുടെ ഒരു ഇഷ്ടം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്താൽ തന്നെ മനസ്സിലാവുള്ളൂ. വെറുതെ ഇരുന്ന് ചിന്തിച്ചാലോ അല്ലെങ്കിൽ ജസ്റ്റ് ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് അല്ലെങ്കിൽ എന്റെ ക്ലാസ്മേറ്റ്സ് ഇതാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്റെ സീനിയേഴ്സ് ഇതാണ് ചെയ്തത് അല്ലെങ്കിൽ നല്ലൊരു ശമ്പളം കിട്ടിയ ഒരു സീനിയർ ഇതാണ് ചെയ്തത് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ക്ലിക്ക് ആയിക്കൊള്ളണമെന്നില്ല. എല്ലാവർക്കും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഇഷ്ടങ്ങൾ ഉണ്ടാവല്ലോ. ചിലപ്പോൾ നമ്മുടെ ഇഷ്ടം എന്ന് പറയുന്നത് ചിലപ്പോ പ്രോഗ്രാമിംഗ് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ചിലർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രികൾ താല്പര്യം ഉണ്ടാവും. ഇപ്പോൾ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്ക് ചെയ്യാൻ പറ്റിയ പല ജോലികളുണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാലാണ് നമുക്ക് അറിയുള്ളൂ നമുക്ക് എന്താ വേണ്ടതെന്ന്. അപ്പൊ എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പല സംഭവം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഞാൻ ടെക്നിക്കലായിട്ടുള്ള സംഭവം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, അല്ലാത്ത സംഭവം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഫ്രീലാൻസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്.
പിന്നെ മാനേജ്മെന്റ് എനിക്ക് പറ്റുമോ അറിയാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. അത് ഉടനെ തന്നെ മനസ്സിലായി പറ്റില്ല. അതേപോലെ എന്താ പിന്നെ കോഡ് വെച്ചിട്ട് ആർട്ട് ഉണ്ടാക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, പാറ്റേൺസ് സംഭവം ട്രൈ ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ സംഭവം ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ചിലതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഒരു 2 ദിവസം 3 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ ചിലതിന്റെയൊക്കെ ആയുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ മെഷീൻ ലേണിംഗ് ഒക്കെ ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കാനൊക്കെ ഉണ്ട്. ആൻഡ്രോയിൻജിയുടെ ഒരു കോഴ്സ് ഒക്കെ എടുത്തിട്ട് ഒരു മാസത്തോളം ഇരുന്നത് കഷ്ടപ്പെട്ട് വായിച്ച് പഠിച്ച് ചെയ്തൊക്കെ നോക്കി. പിന്നെ 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലായി ശരിയാവുന്നില്ല, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു മേഖലയല്ല. അപ്പോ എനിക്ക് തോന്നുന്നത് എല്ലാരും ട്രൈ ചെയ്യാനായിട്ട് ലേസി ആയിട്ടിരിക്കാതെ, അല്ലെങ്കിൽ ട്രൈ ചെയ്യാനായിട്ട് ഷൈ ആയിട്ടിരിക്കാതെ എല്ലാം ട്രൈ ചെയ്യുക. അല്ലാണ്ട് ഒറ്റ സ്റ്റിക്ക് ചെയ്തത് കൊണ്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. ചിലപ്പോ നമ്മളത് സ്റ്റിക്ക് ചെയ്യേണ്ട ഒരു സമയം നമുക്ക് മനസ്സിലാവും, എപ്പോഴാ സ്റ്റിക്ക് ചെയ്യേണ്ടത്. നമുക്ക് ബെനിഫിറ്റ്സ് കിട്ടി തുടങ്ങും. ചില സംഭവങ്ങൾ പഠിച്ച് നമുക്ക് ഇഷ്ടമായി തുടങ്ങുന്ന സമയത്ത് അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്യുക, അതിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഉണ്ടാവും. പക്ഷെ ആ ഒരു ഇനീഷ്യൽ സംഭവം ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യൂരിയസ് ആയിരിക്കണം. എന്ത് സംഭവം കേട്ടാലും അതെന്താ സംഭവം, അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണ് നമുക്ക് ഒരു സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റുള്ളൂ. എന്ത് സംഭവം കേട്ടാലും അല്ലെങ്കിൽ ആൾക്കാർ എന്തെങ്കിലും പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പുതിയ ടെക്നോളജിനെ പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും ചോദിച്ച് അറിയുക, ഒരു കോൺവെർസേഷനിൽ ഇൻവോൾവ് ആവുക. അപ്പൊ നമുക്ക് അതിലോട്ട് നമുക്ക് പോകണോ, അങ്ങനെ ഒരു ഐഡിയ കിട്ടും. അപ്പൊ ഇങ്ങനെ കിട്ടിയ ഐഡിയകളാണ് നമ്മുടെ ഒരു പാത്ത് ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് കൊണ്ടുവന്നത്. അപ്പൊ ക്യൂരിയസ് ആയിട്ടിരിക്കുക, പിന്നെ ഓരോന്ന് ഡിഫറെന്റ് തിങ്സ് ട്രൈ ഔട്ട് ചെയ്തോണ്ടിരിക്കുക. ജസ്റ്റ് 2 more questions. ഒന്ന്, ഇപ്പോൾ Web3യിലേക്ക് നീ പറഞ്ഞു പരമാവധി പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് നോക്കുക, അതുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് അതിലേക്ക് ഇൻട്രസ്റ്റഡ് ആവുക എന്നുള്ളത്. ഇപ്പൊ നമുക്ക് Web3യിലേക്ക് ലുക്കപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, Web3യെ കുറിച്ച് ഒരുപാട് നല്ല രീതിയിൽ സംസാരിക്കുന്ന ഏതെങ്കിലും ആൾക്കാരോ ഏതെങ്കിലും കോണ്ടന്റോ ഉണ്ടോ നീ ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യുന്ന, ഫോളോ ചെയ്യുന്ന രീതിയിൽ? മേ ബി ബുക്സ് ആകാം, അല്ലെങ്കിൽ ബ്ലോഗ്സ് ആകാം, എനിത്തിങ്. ഞാനിപ്പോ അടുത്ത് വായിച്ചൊരു പുസ്തകമുണ്ട്, അത് ഭയങ്കര അടിപൊളി ഒരു പുസ്തകം. അതിന്റെ ഓഥറിന്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ആ ബുക്കിന്റെ പേര് റീഡ് റൈറ്റ് ഓൺ എന്നാ. റീഡ് റൈറ്റ്. അപ്പൊ ആ പുസ്തകം ഒരു വാക്ക് ത്രൂ പോലെയാണ്. ഒരു ഇന്റർനെറ്റിന്റെ ഏർലി സ്റ്റേജസ് തൊട്ട് ഇപ്പൊ വെബ്3 എത്തി നിൽക്കുന്ന പോലെയാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പൊ ആ പുസ്തകം എനിക്ക് തോന്നുന്നു നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും വെബ്3 എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട്. അപ്പൊ അത് ബുക്ക് വായിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ പോഡ്കാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ബാങ്ക്ലെസ് എന്ന് പറഞ്ഞിട്ടൊരു പോഡ്കാസ്റ്റ് ഉണ്ട്. അവരുടെ മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരുവിധം വെബ്3യിലുള്ള പ്രോട്ടോകോൾസ്, പ്രൊഡക്ട്സ് ഇതൊക്കെ കവർ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ബേസിക് ആയിട്ടുള്ള ഇപ്പൊ ബിറ്റ്കോയിൻ എന്താണ്, എത്തീറിയം എന്താണ്, അങ്ങനത്തെ പോഡ്കാസ്റ്റ് തൊട്ട് ഭയങ്കര സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊഡക്ട്സ്, ഇപ്പൊ സിന്തറ്റിക്സ്.io അവര് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ വേൾഡ് അസറ്റുകളുടെ പ്രൈസ് സ്റ്റിമുലേറ്റ് ചെയ്യുക അൽഗോരിതംസ് വെച്ചിട്ട്. അതേപോലുള്ള ഭയങ്കര ഡീപ്പായിട്ടുള്ള ടോപ്പിക്സ് പോലും കവർ ചെയ്യുന്ന ഒരു പോഡ്കാസ്റ്റ് ആണ് അത്. അപ്പൊ നമുക്ക് വേണ്ട ഒരു പോഡ്കാസ്റ്റ് എന്തായാലും ബാങ്ക്ലെസിന്റെ പോഡ്കാസ്റ്റുകൾ കണ്ടുപിടിക്കാൻ പറ്റും. അവര് പിന്നെ നോൺ ടെക്നിക്കൽ ആൾക്കാർക്കാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോ തുടക്കക്കാർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ എഞ്ചിനീയർ ആണ്, ടെക്നിക്കൽ ആണെന്ന് പറഞ്ഞിരുന്നാലും എപ്പോഴും നോൺ ടെക്നിക്കൽ ആയിട്ടൊരു എക്സ്പ്ലനേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടക്കാൻ അത് ഭയങ്കര എളുപ്പം തന്നെ ആയിരിക്കും. അപ്പോ അത് നല്ലൊരു പോഡ്കാസ്റ്റ് ആണ്. പിന്നെ ഇൻ ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് വീഡിയോസ്, ഇപ്പൊ സൊളിഡിറ്റി പഠിക്കാനാണെങ്കിലും അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡീപ്പർ ആയിട്ട് പോകാനാണെങ്കിലും യൂട്യൂബ് വീഡിയോസ് ഉണ്ട് സൊളിഡിറ്റി പോലത്തെ ലാംഗ്വേജുകൾക്കൊക്കെ. പിന്നെ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ പറ്റി പഠിക്കാനാണെന്നുണ്ടെങ്കിൽ അവരുടെ ഡോക്യുമെന്റേഷൻ. അപ്പോൾ ഡോക്യുമെന്റേഷൻ വായിക്കുക എന്നുള്ളതൊക്കെ ആക്ച്വലി ഒരു സ്കില്ലായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യേണ്ട സംഭവം തന്നെയാണ്. കാരണം കുറെ പേർക്കൊക്കെ സ്പൂണിൽ വായ വെച്ച് കൊടുത്താൽ മാത്രമേ കഴിക്കുള്ളൂ എന്നുള്ള പോലത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. ഗൂഗിൾ ചെയ്യാൻ പോലും ഭയങ്കര മടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് ഡോക്യുമെന്റേഷൻ, ഒരു ഡെവലപ്പർ ആവണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം ഡോക്യുമെന്റേഷൻ വായിക്കാൻ പഠിക്കുക എന്നുള്ളതാ. അത് തുടക്കത്തിലൊക്കെ തോന്നുന്നു ഡോക്യുമെന്റേഷൻ വായിക്കാൻ പഠിക്കുക എന്തത്ര കഷ്ടപ്പാടെന്നൊക്കെ തോന്നും. പക്ഷെ നമുക്കിങ്ങനെ സെർച്ച് ചെയ്ത് വരുമ്പോഴേ മനസ്സിലാവും ഡോക്യുമെന്റേഷന്റെ ഉള്ളിൽ പോയി കണ്ടുപിടിച്ച് എടുക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുണ്ട് പല സംഭവങ്ങളുടെ. അപ്പൊ ആ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കാന്നുള്ള ഭയങ്കര ഇമ്പോർട്ടന്റ്. ചില സംഭവങ്ങൾക്കൊന്നും തീരെ റിസോഴ്സസ് ഒന്നും ഉണ്ടാവില്ല. ഞാനൊക്കെ വെബ്3 ഫ്രണ്ട് എൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള വെബ്3 ടൂൾസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് തീരെ ഡോക്യുമെന്റേഷൻ ഉണ്ടായിരുന്നില്ല ഒന്നിനും. നമ്മളാകെ എക്സാമ്പിൾസ് വെച്ചിട്ടൊക്കെയാണ്, എക്സാമ്പിൾ റെപ്പോകൾ വെച്ചും വേറെ ഓപ്പൺ സോഴ്സ് പ്രൊഡക്റ്റുകൾ പോയി അവിടുത്തെ കോഡ് വായിച്ചിട്ടൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് സംഭവങ്ങൾ ചെയ്യാറ്. അപ്പൊ അതൊരു സ്കില്ലായിട്ട് എടുക്കുക.
പിന്നെ ഒരു ഇൻഡിക്കേഷൻ, ഒരു ടെക്നോളജി നമ്മൾ ഭയങ്കര എർലി ആന്നുള്ള ഒരു ടെക്നോളജി ഭയങ്കര എർലി ആന്നുള്ള ഒരു ഇൻഡിക്കേഷനാണ് ഡോക്യുമെന്റേഷൻ ഇല്ലായ്മ. ഡോക്യുമെന്റേഷൻ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് കോഡൊക്കെ വായിച്ച് അത് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ആയിരിക്കും മിക്കവാറും. കാരണം ബാക്കിയുള്ളവര് പഠിക്കില്ല നമ്മളെ പോലെ. അപ്പൊ നമ്മൾ ഭയങ്കര എർലി ആയിരിക്കും അങ്ങനത്തെ ടെക്നോളജികൾ. അപ്പൊ അങ്ങനത്തെ ഒരു ടെക്നോളജി നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ അത് പഠിച്ച് അതിനൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിനുള്ള എന്തായാലും റിസൾട്ട് ഉണ്ടാവും. താങ്ക് യു കൃഷ്ണാനന്ദ് ഫോർ ഹാവിങ് ദിസ് കോൺവെർസേഷൻ വിത്ത് മീ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ കവറായി, നിന്റെ പേഴ്സണൽ ജേർണിയും അറ്റ് ദ സെയിം ടൈം വെബ്3യെ കുറിച്ച് കുറേ കാര്യങ്ങളും എല്ലാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർക്ക് ഇത് യൂസ്ഫുൾ ആവുമായിരിക്കും. ഞാൻ ഒരുപാട് ആൾക്കാർ വെബ്3യിൽ മേ ബി 1 or 2 ടെംപ്ലേറ്റ് പ്രൊജക്ട്സ് ചെയ്തിട്ട് ഞാൻ വെബ്3 എഞ്ചിനീയർ ആണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് അവർക്ക് അതിന് ശേഷമുള്ള സ്പെക്ട്രം അറിയാത്തത് കൊണ്ട് കൂടിയാണ്. കാരണം പൊതുവേ കമ്മ്യൂണിറ്റി ഇവൻസിലും എല്ലാം ഈ പറയുന്നൊരു ബേസ് സർഫസ് ലെവൽ കാര്യങ്ങളാണല്ലോ എപ്പോഴും പറയാറ്. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർക്ക് ഇത് യൂസ്ഫുൾ ആവും തോന്നുന്നു. ആൻഡ് താങ്ക് യു ഒരു 1 hour ഈ കോൺവെർസേഷൻ എൻ്റെ കൂടെ ഇരുന്നതിന്. താങ്ക് യു സോ മച്ച് കൃഷ്ണാനന്ദ്. താങ്ക്സ് ഫോർ ഹാവിങ് മീ.